ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. നമ്മുടെ ചാനലിലെ ഈ വർഷത്തെ ആദ്യത്തെ കഥയാണിത്. കഴിഞ്ഞ കഥയിൽ ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരുപാട് പേർ അവർ എവിടെ നിന്നാണ് കഥ കേൾക്കുന്നതെന്ന് മെൻഷൻ ചെയ്തിരുന്നു. അതിന് ഒരുപാട് നന്ദി. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്നത്തെ കഥ പറയട്ടെ. 1970 ഒരു മകരമാസം പാലക്കാടൻ ഗ്രാമമായ പെരുവമ്പയിലെ പാടശേഖരങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് സ്വർണ്ണ നിറത്തിൽ വെയിലേറ്റ് തിളങ്ങുന്നുണ്ടായിരുന്നു. പുലർച്ചെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പ്രഭാത കീർത്തനം കേട്ട് തുടങ്ങിയപ്പോഴേ ഏലത്തൂർ തറവാട് ഉണർന്നു. മുറ്റത്തെ വലിയ കിണറ്റിൻകരയിൽ നിന്ന് ഇരുമ്പ് തൊട്ടിയിൽ വെള്ളം കോരുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. ജനാർദ്ദനൻ നായർ തന്റെ ചാരുകസേരയിലിരുന്ന് നാലും കൂട്ടി മുറുക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം പടിപ്പുരയിലേക്ക് എത്തി നോക്കി. ഏകമകളായ ശ്രീദേവിയെ പെണ്ണ് കാണാൻ പല്ലശനയിൽ നിന്ന് ഒരു കൂട്ടരെത്തുന്നുണ്ട്. മുറ്റമടിച്ചു വാരിയ ദേവമ്മ തുളസിത്തറയ്ക്കരികിലായി ചാണകം മെഴുകുകയായിരുന്നു. അടുക്കളയിൽ നിന്ന് സാമ്പാറിന്റെയും നെയ്യിന്റെയും ഗന്ധമുയർന്നു. അരഭിത്തിയിൽ വെച്ചിരുന്ന റേഡിയോയിൽ നിന്ന് CS രാധാകൃഷ്ണന്റെ പാട്ട് നേർത്ത ശബ്ദത്തിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ശ്രീദേവിയുടെ പെണ്ണുകാണൽ ചടങ്ങിനോടനുബന്ധിച്ച് അകത്തളത്തിൽ വലിയൊരു ഒരുക്കം തന്നെ നടക്കുന്നുണ്ട്. അവളുടെ അമ്മയായ ഭാരതിയമ്മ അലമാരയിൽ നിന്ന് മുന്തിയ ഇനം കസവ് സാരികൾ പുറത്തെടുത്തു. അതിൽ നിന്ന് തങ്ക കസവുള്ളൊരു ചുവന്ന പട്ടുസാരി അവർ തന്റെ മകൾക്കായി മാറ്റിവെച്ചു. തലമുറകളായി കൈമാറി വന്ന ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് ഈ കസവ് സാരി ഉടുത്തു വന്നാൽ ശ്രീദേവി സാക്ഷാൽ ദേവിയെ പോലെ ഇരിക്കും. ഭാരതിയമ്മ ആ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉടുത്തൊരുങ്ങി നിൽക്കുന്ന തന്റെ മകളെ ഒരു നിമിഷത്തേക്ക് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു. ഈ ആലോചന അത് അവൾക്ക് ഇഷ്ടമാകുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഭാരതിയമ്മ മകൾക്കൊരുങ്ങാനുള്ള സകലമാന സാധനങ്ങളും മേശപ്പുറത്ത് എടുത്തു വെച്ചതിനു ശേഷം അടുക്കളയിലേക്ക് നടന്നു. വരുന്നവർക്ക് കൊടുക്കാനുള്ള നെയ്യപ്പവും അരിനുറുക്കും മറ്റു പലഹാരങ്ങളും വലിയൊരു പിച്ചളപാത്രത്തിലേക്ക് അവർ എടുത്തു വെച്ചു. ഒരു സഹായത്തിനായി അയൽവാസികളായ ശാരദയും ലക്ഷ്മിയും രാവിലെ തന്നെ അവിടേക്ക് എത്തിയിരുന്നു. അവരിരുവരും ഭാരതിയമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളാണ്. എന്തിനും ഏതിനും അവർ രണ്ടാളും ഭാരതിയമ്മയുടെ ഒപ്പം തന്നെയുണ്ട്. പെണ്ണുകാണൽ ചടങ്ങിനോടനുബന്ധിച്ച് ജനാർദ്ദനൻ നായരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും തറവാട്ടിൽ അന്ന് വന്നു ചേർന്നിരുന്നു. അകത്തളത്തിലെ ആ ഒരുക്കങ്ങൾക്കിടയിലും ശ്രീദേവി തന്റെ മുറിയിലെ ജനലഴികളിലൂടെ ദൂരെ തൊടിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് ഏകദേശം ഒരു 10 മണിയോടെ പടിപ്പുരയ്ക്ക് മുന്നിൽ ഒരു കാറ് വന്നു നിന്നു. അക്കാലത്ത് ഗ്രാമത്തിൽ കാറ് വരുന്നത് വലിയൊരു സംഭവമാണ്. നെൽവയലിനിടയിലൂടെയുള്ള ചെമ്മൺ പാതയിലൂടെ പൊടി പറത്തി പാഞ്ഞു വന്ന കാറിന് പിന്നാലെ പെരുവമ്പയിലെ കുട്ടിപ്പട്ടാളം ആർപ്പും കുരവിയുമായി ഓടിക്കൂടി. ഏലത്തൂർ തറവാടിന് മുന്നിലെ പടിപ്പുരയ്ക്കടുത്ത് എത്തിയതും കുട്ടികൾ ബഹളം വെച്ചുകൊണ്ട് ആ കാറിന് ചുറ്റും വളഞ്ഞു. ആ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന ഒരു കാരണവർ ഒച്ച വെച്ച് അവരെ ആട്ടി ഓടിച്ചു. കാരണവരുടെ ദേഷ്യം കണ്ട് കുട്ടികൾ ഓടി മാറിയെങ്കിലും അവർ അല്പം അകലെയായി നിലയുറപ്പിച്ചു. കാലങ്കുടയും പിടിച്ച് പുറത്തേക്കിറങ്ങിയ ആ വൃദ്ധന്റെ തൊട്ട് പിന്നാലെ തന്നെ വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച ഒരു യുവാവും അയാളുടെ ബന്ധുക്കളും മുറ്റത്തേക്കിറങ്ങി. ജനാർദ്ദനൻ നായർ അവരെ സ്വീകരിച്ച് പൂമുഖത്തേക്ക് ആനയിച്ചു. പിത്തളക്കിണ്ടിയിൽ കാല് കഴുകാനുള്ള വെള്ളം നൽകി അദ്ദേഹം അവരെ അകത്തേക്കിരുത്തി. ഇവിടേക്കുള്ള യാത്രയെപ്പറ്റി ചോദിക്കുന്ന കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ അകത്തേക്ക് ഇടം കണ്ണിട്ട് നോക്കുന്നത് കതകിന് മറയിൽ നിന്ന ഭാരതിയമ്മ കണ്ടു. ശ്രീദേവിയുടെ മനസ്സിലുള്ള സിനിമയിലെ നായകനെ പോലെയൊന്നുമല്ല ആ ചെറുപ്പക്കാരന്റെ മുഖം. എങ്കിലും കാണാൻ തരക്കേടില്ല. ചെക്കന്റെ ഒപ്പം ഇരുന്ന സ്ത്രീകളുടെ കാതിലും കഴുത്തിലും നിറയെ ആഭരണങ്ങളുണ്ട്. വന്നവർ വലിയ പണക്കാരാണ്. ഈ ബന്ധമുറച്ചാൽ ശ്രീദേവി ഒരു റാണിയെ പോലെ ആ തറവാട്ടിൽ വാഴുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഭാരതിയമ്മ തന്റെ പിരിയക്കുടികൾ ഉയർത്തി ചെക്കൻ എങ്ങനെയുണ്ടെന്ന് കൂട്ടുകാരികളോട് ചോദിച്ചു. കതകിന്റെ മറപറ്റി നിന്ന അവർ പൂമുഖത്തേക്ക് എത്തി നോക്കി. ശ്രീദേവിക്ക് ആ ചെക്കനെ ഇഷ്ടപ്പെടുമോ എന്ന് അവർക്ക് സംശയമായി. എന്നാലും ഭാരതിയമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വിരലുകൊണ്ട് അവർ ഉഗ്രനെന്ന് ആംഗ്യം കാട്ടി. അകത്തെ മുറിയിൽ ശ്രീദേവിയെ കൂട്ടുകാരികൾ ഒരുക്കുകയായിരുന്നു. കരിമഷി കൊണ്ട് കണ്ണുകൾ എഴുതി തല നിറയെ മുല്ലപ്പൂ വെച്ച് അവരവളെ അണിയിച്ചൊരുക്കി. നീളമുള്ള കാശുമാലയോടൊപ്പം കഴുത്തിൽ മറ്റൊന്നും ധരിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. ശ്രീദേവി ഒരുങ്ങി വന്നപ്പോൾ ഭാരതിയമ്മ മനസ്സിൽ കണ്ടതുപോലെ തന്നെ അവൾ ഒരു ദേവിയെ പോലെയാണിരുന്നത്. ശ്രീകുട്ടി, നീ ഒന്ന് പുറത്തേക്ക് വാ. ജനാർദ്ദനൻ നായരുടെ സ്നേഹത്തോടെയുള്ള ആ വിളി കേട്ടതും
ശ്രീദേവിയുടെ സുഹൃത്തുക്കൾ അവളെ പൂമുഖത്തേക്ക് പറഞ്ഞയച്ചു. ചായക്കപ്പുകൾ നിരത്തിവെച്ച ട്രേയുമായി ശ്രീദേവി പൂമുഖത്തേക്ക് നടന്നു. വരാന്തയിൽ നിന്ന് അവളുടെ കൊലുസിന്റെ ശബ്ദം കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരുടെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. ചായ സൽക്കാരമെല്ലാം കഴിഞ്ഞ് തിടുക്കത്തിൽ അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പോയ ശ്രീദേവിയോട് ഒന്ന് സംസാരിക്കണമെന്ന് ചെക്കൻ പറഞ്ഞപ്പോൾ കാരണവന്മാരുടെ മുഖത്ത് ഒരു അനിഷ്ടം പ്രകടമായെങ്കിലും അവരതിന് സമ്മതിച്ചു. അങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവൾ ആ ചെറുപ്പക്കാരനെ ആടിമൂടി നിരീക്ഷിച്ചു. പല്ലശനയിലെ ഏതോ പ്രമാണിയുടെ മകനാണെങ്കിലും ശ്രീദേവിക്ക് അയാളെ ഒട്ടും ഇഷ്ടമായില്ല. ഏറെ എണ്ണ തേച്ച് ഒരു വശത്തേക്ക് ചീകി ഒതുക്കിയ മുടി, കാതിൽ ചുവന്ന കല്ലിന്റെ ഒരു കടുക്കൻ ഇട്ടിട്ടുണ്ട്. ശ്രീദേവിയുടെ സങ്കല്പത്തിലെ പുരുഷനിൽ നിന്ന് ആ യുവാവ് വളരെ അകലെയായിരുന്നു. തന്റെ തറവാടിന്റെ മഹിമയെക്കുറിച്ച് അയാൾ വാ തോരാതെ സംസാരിച്ചു. കുറച്ചു നേരം അതൊക്കെ കേട്ട് നിന്നെങ്കിലും അവൾ പതുക്കെ വിഷയം മാറ്റി. വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഫോർ വുമൺ എന്ന അവളുടെ ചോദ്യത്തിന് മുന്നിൽ ആ ചെറുപ്പക്കാരൻ പതറിപ്പോയി. തനിക്ക് ഇംഗ്ലീഷ് വശമില്ലെന്ന് അയാൾ ചമ്മലോടെ സമ്മതിച്ചു. അതോടെ ശ്രീദേവിയുടെ ഭാവം മാറി. ആധുനിക വിദ്യാഭ്യാസം നേടിയ തനിക്ക് അയാളെപ്പോലുള്ള ഒരാളെ ജീവിത പങ്കാളിയായി സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് അവൾ തുറന്നടിച്ചു. അയാളുടെ വേഷവിധാനത്തെയും ഭാഷാ പരിജ്ഞാനമില്ലായ്മയെയും കുറിച്ച് ശ്രീദേവി പരിഹാസ രൂപേണ സംസാരിച്ചു. അവളുടെ ആ പരിഹാസ ചിരി കണ്ട് ആ യുവാവിന്റെ മുഖം വിളറി വെളുത്തു. അപമാനിതനായ അയാൾ മറ്റൊന്നും പറയാതെ അവളുടെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി. യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരന്റെ അച്ഛൻ ജനാർദ്ദൻ നായരോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. മകളുടെ പെരുമാറ്റം ആ വൃദ്ധനെ ഞെട്ടിച്ചു. വന്ന അതിഥികൾ പടിപ്പുര കടന്നതും തറവാടിനകത്ത് വലിയൊരു കലഹം തന്നെ നടന്നു. നിനക്കിത് എന്തിന്റെ കേടാണ് ശ്രീദേവി? ഇത്രയും നല്ലൊരു തറവാട്ടിൽ നിന്ന് ഒരാലോചന വന്നിട്ട് ആ കുടുംബക്കാരെ പരിഹസിച്ച് പറഞ്ഞു വിട്ടത് എന്തിനാണ്? ജനാർദ്ദൻ നായരുടെ ചോദ്യം ശ്രീദേവിയിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടാക്കിയില്ല. അവൾ ഒരു കൂസലം കൂടാതെ പറഞ്ഞു, അയാൾ തികഞ്ഞൊരു വിഡ്ഢിയാണ്. എന്റെ സങ്കല്പത്തിലെ പുരുഷൻ ഇങ്ങനെയല്ല. ABCD പോലും അറിയാത്ത അയാളെ എന്റെ ഭർത്താവാക്കാൻ എനിക്കൊട്ടും ആഗ്രഹമില്ല. ശ്രീദേവിയുടെ തന്നേടം നിറഞ്ഞ ആ സംസാരം ജനാർദ്ദൻ നായരെ ചൊടിപ്പിച്ചു. പണ്ടത്തെ കാലത്ത് വിവാഹം പോലുള്ള കാര്യങ്ങളിൽ സ്ത്രീകളുടെ തീരുമാനം ആരും ചോദിക്കാറില്ലായിരുന്നു. വീട്ടിലുള്ള മുതിർന്നവർ ആരെയാണോ കണ്ടിഷ്ടപ്പെടുന്നത് അവരെ അങ്ങ് പെൺകുട്ടി വിവാഹം കഴിക്കണമായിരുന്നു. അതിപ്പോ തല നനച്ച കിളവനാണെങ്കിൽ കൂടി അതായിരുന്നു ഒരു നാട്ടുനടപ്പ്. ഇവിടെ ശ്രീദേവിക്ക് പഠിപ്പും വിവരവും ഉള്ളതുകൊണ്ടാണ് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് ലഭിച്ചത്. അതിന്റെ ധിക്കാരമാണ് മകൾ കാണിച്ചതെന്ന് പുലമ്പിക്കൊണ്ട് ജനാർദ്ദൻ നായർ ഭാരതിയമ്മയുടെ നേർക്ക് കയർത്തു. ഇനി വിവാഹാലോചന വരുമ്പോൾ മകളുടെ ഇഷ്ടം നോക്കില്ല എന്ന് അയാൾ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ആ സംഭവം പെരുവമ്പയിലെ കവലയിൽ പാട്ടായി. ഏലത്തൂരിലെ കുട്ടിക്ക് വലിയ അഹങ്കാരമാണ്, പഠിപ്പ് കൂടിയതിന്റെ കേടാണ് എന്നിങ്ങനെയൊക്കെ നാട്ടുകാർ അടക്കം പറഞ്ഞു. വരുന്ന വിവാഹാലോചനകൾ ഈ രീതിയിൽ മുടങ്ങിപ്പോകുന്നതിൽ ഭാരതിയമ്മയ്ക്കും വലിയ മനപ്രയാസമുണ്ടായിരുന്നു. അയൽവാസികളായ ശാരദയും ലക്ഷ്മിയും ഭാരതിയമ്മയോട് അനുതാപം പ്രകടിപ്പിച്ചു. മുറിയിൽ കയറി വാതിലടച്ച ശ്രീദേവി പുസ്തകങ്ങളിൽ മുഖം പൂഴ്ത്തി. കോട്ടും സൂട്ടുമണിഞ്ഞ് ലോകകാര്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ സ്വപ്നം കണ്ടുകൊണ്ട് അവൾ വായനയിൽ മുഴുകി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. തന്റെ നിലപാടുകൾ ശരിയാണെന്ന് വിശ്വസിക്കുമ്പോഴും ചുറ്റുമുള്ളവരുടെ നോട്ടങ്ങൾ ശ്രീദേവിയെ അസ്വസ്ഥയാക്കി തുടങ്ങിയിരുന്നു. കണ്ടാൽ അപ്സരയെ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഏലത്തൂരിലെ ഉർവശി നിലത്തെങ്ങുമല്ല. സായിപ്പിനെ പോലെ ഇരിക്കുന്നവന് വേണമെന്ന് വാശി പിടിച്ചാൽ മുടി നരച്ച് പല്ല് പൊഴിഞ്ഞാലും ഇവിടെ തന്നെ നിൽക്കത്തേയുള്ളൂ. ഏലത്തൂർ തറവാട്ടിലേക്ക് വിവാഹാലോചനയുമായി പോയ ബ്രോക്കർമാർ കവലയിൽ വട്ടം കൂടിയിരുന്ന് ശ്രീദേവിയെയും അവളുടെ കുടുംബത്തെയും പരിഹസിച്ചു. അങ്ങനെ ഇരിക്കെയാണ് പെരുവമ്പയിലെ പാണച്ചക്കനായ അമ്പു ഏലത്തൂർ തറവാട്ടിലെ സ്വപ്നസുന്ദരിയായ ശ്രീദേവിയെക്കുറിച്ച് കേൾക്കാനിടയായത്. തന്റെ സുഹൃത്തായ രാജന്റെ നാവിൽ നിന്നാണ് അവൻ ശ്രീദേവിയെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞത്. ഏലത്തൂർ തറവാട്ടിലെ പുറമണിക്കായി അവൻ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ശ്രീദേവിയെ അമ്പു കണ്ടിട്ടുണ്ടായിരുന്നില്ല. പാടവരമ്പിലെ കരിമ്പനകൾ നീളൻ നിഴലുകൾ വീഴ്ത്തിയ ഒരു വൈകുന്നേരം കൊയ്ത്തു കഴിഞ്ഞ വയലിന്റെ വരമ്പത്തിരുന്ന് അമ്പുവും രാജനും ബീഡി വലിക്കുകയായിരുന്നു. ദൂരെ പടിഞ്ഞാറൻ ആകാശത്ത് സൂര്യൻ ചുവന്നു തൊടുത്തു തുടങ്ങിയിരുന്നു. ഏലത്തൂർ തറവാട്ടിലെ ആ കുട്ടിയെ നീ ഒന്ന് കാണണം അമ്പു. ആ പെൺകൊച്ചിനെ പറ്റിയാ ഇപ്പോൾ നാട്ടുകാരുടെ സംസാരം. പിന്നെ എന്റെ അമ്മ ആ തറവാട്ടിൽ പുറമണിക്ക് പോകാറുണ്ട്. അമ്മയും ആ പെണ്ണെപ്പറ്റി
കുറെയേറെ പറഞ്ഞിട്ടുണ്ട്. രാജന്റെ ആ വർത്തമാനം കേട്ടിരിക്കുകയായിരുന്നു അമ്പു. ശ്രീദേവി എന്ന ആ കുട്ടിയുടെ പേര് കണ്ടാൽ ഒരു അപ്സരസാണെന്നേ പറയൂ. നമ്മുടെ നാട്ടിലെ വായനശാലയിൽ നിന്ന് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വരുത്തിയാണ് വായന. സായിപ്പിന്റെ ഭാഷയിൽ ആ പെണ്ണ് നല്ല അസലായി സംസാരിക്കുമത്രേ. ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യത്തോടൊപ്പം തന്നെ ഉയർന്ന വിദ്യാഭ്യാസവുമുണ്ട്. അതിനാൽ ആ പെണ്ണിന് വലിയ അഹങ്കാരമാണെന്നാ പറഞ്ഞു കേട്ടത്. അതുമാത്രവുമല്ല, ആ കുട്ടിക്ക് എല്ലാവരോടും ഒരു പുച്ഛമാ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ രാജ. വലിയ തറവാട്ടിലെ പെണ്ണല്ലേ, അപ്പോൾ സാധാരണക്കാരോട് ഒരു പുച്ഛം തന്നെ ആയിരിക്കും. നീ എന്തിനാ ഇപ്പോ ആ പെണ്ണിന്റെ കാര്യം പറയുന്നത്? നമുക്ക് നമ്മുടെ പണി നോക്കിയാൽ പോരെ? അമ്പു അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടും രാജൻ പിന്മാറിയില്ല. അവൻ ആലത്തൂർ തറവാട്ടിലെ സൗന്ദര്യധാമത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രീദേവിയെക്കുറിച്ച് അങ്ങനെ തുടർച്ചയായി കേട്ടപ്പോൾ അമ്പുവിന്റെ ഉള്ളിൽ അവളെ ഒന്ന് കാണാനുള്ള ഒരാഗ്രഹമുണ്ടായി. അങ്ങനെ ആ നാട്ടിലെ പ്രശസ്തമായ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം മകരമാസത്തിലെ പ്രദോഷ സന്ധ്യയിൽ ക്ഷേത്രമുറ്റം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ദീപാരാധന നടക്കുന്ന സമയം ക്ഷേത്രത്തിന്റെ തെക്കേ ആലഞ്ചുവട്ടിൽ അമ്പുവും രാജനും മറഞ്ഞു നിന്നു. ദേ വരുന്നു ഏലത്തൂരിലെ രാജകുമാരി. രാജൻ തന്റെ കൈമുട്ടുകൊണ്ട് അമ്പുവിനെ തട്ടി. ക്ഷേത്രത്തിന്റെ കൽപ്പടവുകൾ ഇറങ്ങി വരുന്നത് ഒരു മനുഷ്യ സ്ത്രീയാണോ അതോ ഒരു അപ്സരസാണോ എന്ന് ഉറപ്പിക്കുവാൻ അമ്പുവിന് കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു. പുളിയിലക്കരയുള്ള സെറ്റുമുണ്ടും ധരിച്ച് നനഞ്ഞ മുടി കുളിപ്പിന്നിൽ കെട്ടി നെറ്റിത്തടത്തിൽ മഞ്ഞൾക്കുഴിയും തൊട്ട് ശ്രീദേവി നടന്നു വരുന്നു. കയ്യിലെ വാഴയിലക്കീറിൽ പൂവും പ്രസാദവുമായി അല്പം തിടുക്കത്തിലാണ് അവളുടെ വരവ്. ദീപാരാധനയോടനുബന്ധിച്ച് ചുറ്റിനും കത്തിച്ച വിളക്കുകളുടെ വെളിച്ചത്തിൽ അവളുടെ മുഖത്തിന് വല്ലാത്തൊരു തേജസ്സായിരുന്നു. രാജൻ പറഞ്ഞതിനേക്കാൾ സൗന്ദര്യം അവൾക്കുണ്ടെന്ന് അമ്പുവിന് തോന്നിപ്പോയി. അവൻ അവളിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല. കൂട്ടുകാരികളുമായി സംസാരിച്ചുകൊണ്ട് ശ്രീദേവി അമ്പുവിനെ കടന്നു പോയപ്പോൾ വായുവിൽ നേർത്ത പിച്ചിപ്പൂവിന്റെയും കളപ്പത്തിന്റെയും സുഗന്ധം പടർന്നു. എങ്ങനെയുണ്ട്? രാജൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അമ്പു ഉടനെ ഒരു മറുപടി പറഞ്ഞില്ല. ദൂരേക്ക് നടന്നു നീങ്ങുന്ന ശ്രീദേവിയെ തന്നെ അവൻ നോക്കി നിന്നു. അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞതും അമ്പു രാജനോട് പറഞ്ഞു, സൗന്ദര്യം അത് അപ്സരസിനെ പോലെ തന്നെ. പക്ഷേ ആ പെണ്ണിന്റെ ഉള്ളിലെ അഹങ്കാരം അത് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷേത്രമുറ്റത്ത് നിന്ന് മടങ്ങുമ്പോൾ അമ്പുവിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. ശ്രീദേവിയുടെ ആ രൂപം അവന്റെ കണ്ണുകളിൽ മായാതെ. പക്ഷേ അവൻ അവന്റെ മനസ്സിനെ നിയന്ത്രിച്ചു. എടാ രാജ, അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുതെന്ന് എന്റെ മുത്തശ്ശൻ എപ്പോഴും പറയുമായിരുന്നു. നമ്മളെപ്പോലുള്ളവർക്ക് ഏലത്തൂർ തറവാട്ടിലെ സുന്ദരിയെ സ്വപ്നം കാണാൻ പോലും അവകാശമില്ല. അതുകൊണ്ട് അരുതാത്ത ചിന്തകളൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ജീവിതം അവർക്ക് അവരുടേത്. അമ്പു വളരെ ശാന്തമായി പറഞ്ഞു. ജാതിയും പണവും വലിയ മതിലുകൾ തീർത്ത ആ കാലത്ത് തന്റെ പരിമിതികൾ അവന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ രാജൻ അത് കേട്ട് മിണ്ടാതിരുന്നില്ല. അവന്റെ മുഖത്ത് ഒരുതരം അമർഷം നിഴലിച്ചു. അവൾ ഈ നാട്ടിലെ സ്വപ്നസുന്ദരിയും തമ്പുരാട്ടിയൊക്കെ ആണെങ്കിലും അവളോട് കൊമ്പ് കോർക്കാൻ പറ്റിയ ഒരാണ് നീയാണ്. നിനക്കതിന് കഴിയും. രാജൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അമ്പുവിന് മനസ്സിലായില്ല. എന്റെ അമ്മ ആ തറവാട്ടിലാണ് പുറംപണിക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവളുടെ അച്ഛൻ ജനാർദ്ദൻ നായർ പോലും അമ്മയോട് ഇത്ര ക്രൂരമായി പെരുമാറിയിട്ടില്ല. പക്ഷേ ആ ശ്രീദേവി, അവൾക്ക് മനുഷ്യത്വം തീരെയില്ല. രാജൻ തന്റെ ഉള്ളിലെ വിഷമം തുറന്നു പറഞ്ഞു. പനിയായിരുന്നുകൊണ്ട് അമ്മ ഇത്തി വൈകിയ പണിക്ക് ചെന്നത്. അതിനവൾ അമ്മയെ ശകാരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് അവൾക്ക് അറിയില്ല. അമ്പുവിന്റെ മൗനം രാജനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അവളുടെ ഈ അഹങ്കാരത്തിന് ഒരു അന്ത്യമുണ്ടായേ തീരൂ. പാവപ്പെട്ടവരെ വെറും പുഴുക്കളെ പോലെ കാണുന്ന അവളെ ഒരു പാഠം പഠിപ്പിക്കണം. നീ എന്നെ സഹായിക്കില്ലേ? നിനക്കതിന് കഴിയും അമ്പു. പക്ഷെ അമ്പു രാജനെ എതിർത്തു. നമ്മളെപ്പോലുള്ളവർ അത്തരമൊരു കളിക്കിറങ്ങിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അവൻ രാജനെ ഓർമ്മിപ്പിച്ചു. അന്നത്തെ രാത്രി രാജന് ഉറക്കം വന്നില്ല. ശ്രീദേവിയുടെ മുഖം അവന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. മറുഭാഗത്ത് അമ്പു രാജൻ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. പിറ്റേന്ന് വെളുപ്പിന് അവൻ രാജന്റെ വീട്ടിലേക്ക് പോയി. ഓലമേഞ്ഞ കുടിലിന്റെ ഇറയത്ത് അവൻ ഒരു ബീഡിയും വലിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്പു അകത്തേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച അവന്റെ ഉള്ളലിയിച്ചു. രാജന്റെ അമ്മ കല്യാണിയമ്മ തറയിലിരിക്കുകയായിരുന്നു. അവരുടെ കൈമുട്ടുകൾ രണ്ടും ഉരഞ്ഞു പൊട്ടിയിരുന്നു.
കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കല്യാണിയമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വിതുമ്പലിനിടയിൽ അവരുടെ ആ വാക്കുകൾ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. എന്നും മേലത്തൂർ തറവാട്ടിലെ പുറമണികൾ കഴിഞ്ഞ് മടങ്ങി വരാറുള്ള അവരുടെ മുഖത്ത് ഇന്ന് കടുത്ത വേദനയും അപമാനവും നിഴലിച്ചു നിന്നു. അമ്പുവിനെ കണ്ടതും കല്യാണിയമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തൊഴുത്ത് കഴുകാൻ അല്പം വൈകിയതിന് ഏലത്തൂരിലെ കുട്ടി എന്നോട് തട്ടിക്കയറി. അത് പോട്ടെന്ന് വെക്കാം. ആ പെങ്കൊച്ചിന്റെ അമ്മയെക്കാളും പ്രായമുള്ള എന്നെ അവൾ തള്ളിയിട്ടു. തന്റെ കൈമുട്ടിലെ മുറിപ്പാടുകൾ അമ്പുവിനെ കാണിച്ചുകൊണ്ട് അമ്മിണിയമ്മ വിതുമ്പിക്കരഞ്ഞു. ജാതിക്കും പണത്തിനും അപ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത ശ്രീദേവിയോട് അവനപ്പോൾ വല്ലാത്ത വെറുപ്പ് തോന്നി. അവൾക്ക് അറിവുണ്ട്, പക്ഷെ സംസ്കാരമില്ല. അങ്ങനെ ഒടുവിൽ രാജൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ അമ്പു തീരുമാനിച്ചു. അവരിരുവരും ആ രാത്രി വൈകുവോളം ചർച്ചകൾ നടത്തി. ഒടുവിൽ ഞാൻ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് രാജൻ ഉറപ്പുകൊടുത്താണ് അമ്പു അന്ന് അവിടെ നിന്ന് പിരിഞ്ഞത്. ആ രാത്രി പതിവ് പോലെ ശ്രീദേവി വായനയൊക്കെ കഴിഞ്ഞ് വിളക്കണച്ചു കിടന്നു. കിടക്കയോട് ചേർന്ന് കിടന്ന മേശമേലെ വിളക്ക് അണച്ചെങ്കിലും കതകിന് സൈഡിലുള്ള തൂക്കുവിളക്ക് തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ ഉറക്കം വിട്ടുണർന്നു. അസാധാരണമായ ഒരു തണുപ്പ് തോന്നിയ ശ്രീദേവി ചുറ്റിനും നോക്കി. പുറത്തേക്ക് തുറക്കുന്ന ജനൽപ്പാളികൾ അടഞ്ഞു കിടക്കുകയാണ്. മകരത്തിലെ മഞ്ഞിന് ഇന്നെന്താ ഇത്രയേറെ കുളിരെന്ന് ചിന്തിച്ച് ആ സമയത്താണ് ഏതോ കാട്ടുപൂക്കളുടെ സുഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടത്. തൂക്കുവിളക്കിന്റെ വെട്ടത്തിൽ മുറിയിലെ കാഴ്ചകൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നിട്ടും എന്തോ ഒരു വല്ലായ്മ അവളെ അലട്ടി. തന്റെ ചലനങ്ങൾ ആരോ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന ചിന്ത അവളെ ആകെ അസ്വസ്ഥയാക്കി. പുറത്തു വീശുന്ന കാറ്റിനപ്പോൾ ഒരു നേർത്ത ചൂളംവിളിയുടെ താളമുണ്ടായിരുന്നു. ഉറക്കം വിട്ടകന്നെങ്കിൽ കൂടിയും ശ്രീദേവി ശ്വാസം അടക്കി പിടിച്ച് അനങ്ങാതെ കിടന്നു. മുറിയിലെ ജനാലുകൾ ഭദ്രമായി അടച്ചിരുന്നെങ്കിലും മേശപ്പുറത്തിരുന്ന പുസ്തകങ്ങളുടെ താളുകൾ കാറ്റടിച്ചതുപോലെ പറന്നു മറിഞ്ഞു. അതോടെ അവളുടെ ഭയം ഇരട്ടിയായി. അല്പസമയം കഴിഞ്ഞതും തന്റെ കട്ടിലിനരികിൽ ആരോ വന്ന് നിൽക്കുന്നു എന്നൊരു തോന്നൽ ശ്രീദേവിക്കുണ്ടായി. കണ്ണുകൾ ഇറുക്കി അടച്ച് അനങ്ങാതെ കിടന്ന അവൾക്ക് കണ്ണുകൾ തുറന്നു നോക്കാൻ പോലും പേടിയായി. നേരത്തെ ചൂടുള്ള ആരുടെയോ ശ്വാസോച്ഛ്വാസം തന്റെ മുഖത്ത് വന്ന് തട്ടുന്നതായി തോന്നിയതും ശ്രീദേവി പുതപ്പുകൊണ്ട് അവളുടെ മുഖം മറച്ചു. തന്റെ മുറിയുടെ അതിരുകൾ മായുന്നതായും താൻ അജ്ഞാതമായ ഏതോ ഒരിടത്ത് അകപ്പെട്ടതായും അവൾക്ക് തോന്നി. ആ രാത്രി അമ്പുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത്ഭുതത്തോടെ അവൻ തന്റെ ശരീരത്തിലേക്ക് നോക്കി. പണ്ട് നിർബന്ധപൂർവം മുത്തശ്ശൻ ഓരോ മാന്ത്രിക വിദ്യകൾ പഠിപ്പിക്കുമ്പോഴും അതിനെപ്പറ്റി വിശദീകരിക്കുമ്പോഴും പാതി മനസ്സോടെയാണ് അവൻ അതെല്ലാം ഗ്രഹിച്ചിരുന്നത്. അത്തരം വിദ്യകൾ കൊണ്ട് പലതും സാധിക്കുമെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിരുന്നെങ്കിലും അതെല്ലാം വെറും തമാശയായിട്ടാണ് അവൻ കരുതിയിരുന്നത്. എന്നാൽ ആ രാത്രി ഏലത്തൂർ തറവാട്ടിലെ കാവൽക്കാരെയും മറികടന്ന് ആരും കാണാതെ ശ്രീദേവിയുടെ കിടപ്പുമുറിയിൽ കടന്നുകൂടിയപ്പോൾ അമ്പുവിന് സ്വന്തം കണ്ണുകളെ തന്നെ വിശ്വസിക്കാനായില്ല. താൻ ദേഹത്ത് പുരുട്ടിയ ആ ഉണ്ണിത്തലത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന് അവൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഒരു നിഴൽ പോലും വീഴ്ത്താതെ, ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ താൻ ശ്രീദേവിയുടെ മുറിയിൽ അവളുടെ തൊട്ടരികിലായി നിന്നത് ഒരു അത്ഭുതത്തോടെ അവൻ ഓർത്തെടുത്തു. രാജന്റെ അമ്മയെ തള്ളിയിട്ടതിന്, ആ അമ്മയോട് പരുഷമായി സംസാരിച്ചതിന് അവൾക്ക് ഒരു ശിക്ഷ കൊടുക്കണമെന്നാണ് താൻ ആഗ്രഹിച്ചത്. ശ്രീദേവിയെ ഒന്ന് ഭയപ്പെടുത്തി അവളുടെ ഉറക്കം കെടുത്തുക, അതായിരുന്നു അവന്റെ ഉദ്ദേശം. അതിൽ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന ചിന്ത അവനിൽ വലിയ സന്തോഷമുണ്ടാക്കി. ശ്രീദേവിയുടെ കിടപ്പുമുറിയിൽ കടന്നപ്പോൾ താൻ കണ്ട കാഴ്ചകൾ അമ്പുവിന്റെ ഉള്ളിൽ മായാതെ നിന്നു. തൂക്കുവിളക്കിന്റെ നനുത്ത വെട്ടത്തിൽ അവൾ കിടന്നുറങ്ങുന്ന രീതി, അവളുടെ അഴകാർന്ന ശരീരം വിളക്കിന്റെ വെട്ടത്തിൽ ഒരു വെണ്ണക്കൽ ശില്പം പോലെ തോന്നിപ്പിച്ചു. വെളുത്ത സുതാര്യമായ വസ്ത്രത്തിനുള്ളിൽ ശ്രീദേവിയുടെ യൗവനം തുളുമ്പി നിന്നിരുന്നു. അഹങ്കാരം മുഖമുദ്രയാക്കിയ ആ തമ്പുരാട്ടിക്കുട്ടി ഉറക്കത്തിൽ എത്ര നിഷ്കളങ്കയാണെന്ന് അമ്പുവിന് തോന്നി. അലക്ഷ്യമായി അഴിച്ചിട്ടിരുന്ന അവളുടെ നീണ്ട മുടിയിഴകൾ കട്ടിലിൽ നിന്ന് താഴെ കൊഴുകി കിടന്നിരുന്നു. അവളുടെ ഓരോ ശ്വാസതാളവും ആ മുറിയിലെ നിശബ്ദതയിൽ അമ്പു വ്യക്തമായി കേട്ടിരുന്നു. ശ്രീദേവിയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം പോയ അമ്പുവിന്റെ ഉള്ളിൽ മറ്റൊരു വികാരം മുട്ടിട്ടു തുടങ്ങിയിരുന്നു. അത്രയും അടുത്തു നിന്ന് അവളെ കണ്ടപ്പോൾ അവളുടെ ശരീരത്തിലെ ചന്ദന തൈലത്തിന്റെ സുഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറിയപ്പോൾ അമ്പുവിന്റെ മനസ്സിൽ അവളോട് തോന്നിയ ദേഷ്യം അത് എവിടെയോ പോയി മറഞ്ഞു. പകരം
ഒരിക്കലും തനിക്ക് അർഹതയില്ലാത്ത ആ സൗന്ദര്യത്തെ തൊടാനും തലോടാനുമുള്ള ഒരു ആഗ്രഹം അമ്മുവിന്റെ ഉള്ളിൽ നിയന്ത്രിക്കാനാവാത്ത വിധം വളർന്നു വന്നു. അദൃശ്യനായതുകൊണ്ട് മാത്രമാണ് തനിക്ക് ആ മുറിയിൽ കടന്നുകൂടാൻ സാധിച്ചത്. അവളുടെ ഉടലിന്റെ ഭംഗി മുറിയിലെ തൂക്കുവിളക്കിന്റെ വെട്ടത്തിൽ കണ്ടപ്പോൾ അമ്മുവിന്റെ ശ്വാസം പോലും നിലച്ചുപോയിരുന്നു. ശ്രീദേവി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടിയുണർന്ന ആ നിമിഷം അമ്പു ഭീതിയോടെ ഓർത്തെടുത്തു. അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കിയപ്പോൾ താൻ കട്ടിലിൽ അവളുടെ തൊട്ടരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവളുടെ പരിഭ്രമത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ ശ്രീദേവിക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അവൻ ഭയപ്പെട്ടു. പക്ഷേ ഉണ്ണിത്തൈലത്തിന്റെ പ്രഭാവത്താൽ അവൾക്ക് തൊട്ടു മുന്നിൽ പോലും തനിക്ക് അദൃശ്യനായി തന്നെ നിലനിൽക്കാൻ സാധിച്ചു. ശ്രീദേവിക്ക് തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ സാന്നിധ്യം അവൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു തന്ന വിദ്യകൾക്ക് ഇത്രയേറെ ശക്തി ഉണ്ടാകുമെന്ന് അമ്പു കരുതിയതേയില്ല. അന്ന് രാത്രി അവൻ തന്റെ മുത്തശ്ശനെ കുറിച്ച് ഓർത്തു. പുലർച്ചെ കോഴി കൂവിയപ്പോഴും അമ്പു ഉറങ്ങാതെ തന്നെ കിടക്കുകയായിരുന്നു. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്ന സമയത്തും അവൻ ഏലത്തൂർ തറവാട്ടിലെ ശ്രീദേവിയുടെ കിടപ്പുമുറിയിലേക്ക് വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. താൻ ചെയ്ത മാന്ത്രിക വിദ്യയുടെ ശക്തിയും ശ്രീദേവിയുടെ അവർണ്ണനീയമായ സൗന്ദര്യവും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അവന്റെ ഉള്ളിൽ. രാജനോട് എന്തു പറയും? താൻ അവളെ ഭയപ്പെടുത്തിയെന്നോ അതോ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി എന്നോ? പെരുവമ്പയിലെ നെൽപ്പാടങ്ങളിൽ മഞ്ഞു വീഴുന്ന ആ പ്രഭാതത്തിൽ അമ്പുവിന്റെ മനസ്സ് പാടേ മാറി. തന്റെ കൈവശമുള്ള അദൃശ്യ വിദ്യ ഉപയോഗിച്ച് ആ തറവാട്ടിൽ ഇനിയും കടന്നു ചെല്ലുവാൻ അവന്റെ മനസ്സ് കൊതിച്ചു. ഒരു പ്രതികാരത്തിനുമപ്പുറം ആ സുന്ദരിയെ അടുത്ത് കാണാനുള്ള ഒരടങ്ങാത്ത ആഗ്രഹമായി അത് വളർന്നു കഴിഞ്ഞിരുന്നു. അമ്പുവിന്റെ മുത്തശ്ശൻ പെരുവമ്പയിലെ ഒരൊടിയനായിരുന്നു. ആരും അറിയാത്ത ഒരൊടിയൻ. പണ്ടുകാലത്ത് ഇരുട്ടിന്റെ മറപറ്റി പെരുവമ്പയിലെ നാട്ടുപ്രമാണിമാരുടെ പത്തായപ്പുരകളിലും പാടവരമ്പിലും അദൃശ്യനായി സഞ്ചരിച്ച ഒരൊടിയൻ. വലിയ ഏമാന്മാരുടെ പാടങ്ങളിൽ പകൽ മുഴുവനും പണിയെടുത്താലും പ്രതിഫലമായി കിട്ടുന്നതുകൊണ്ട് അക്കാലത്ത് വീട്ടിലുള്ളവരുടെ വയറ് നിറയ്ക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നും കുന്നും പട്ടിണി മാത്രം. ഒടുവിൽ ആ പട്ടിണി അകറ്റാൻ അമ്പുവിന്റെ മുത്തശ്ശൻ ചില വിദ്യകൾ പ്രയോഗിച്ചു തുടങ്ങി. അദൃശ്യനായി ചില മോഷണങ്ങൾ നടത്തും. വിലപിടിപ്പുള്ളതൊന്നും കണ്ണിൽ കണ്ടാൽ പോലും എടുക്കില്ല. അന്നന്ന് കഴിയാനുള്ള അന്നം, നാട്ടുപ്രമാണിമാരുടെ പത്തായപ്പുരകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന നെല്ല്, അത് തങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ്. അതിനാൽ അതിന്റെ പങ്ക് പറ്റാൻ തങ്ങൾക്കും അവകാശമുണ്ടെന്ന് അമ്പുവിന്റെ മുത്തശ്ശൻ വിശ്വസിച്ചു. മരിക്കുന്നതിനു മുമ്പ് ആ വിദ്യകളൊക്കെയും അദ്ദേഹം അമ്പുവിനെ പഠിപ്പിച്ചു കൊടുത്തു. അർഹതയില്ലാത്തത് നേടാൻ ഈ വിദ്യകൾ ഉപയോഗിക്കരുതെന്ന താക്കീതും അദ്ദേഹം അവന് നൽകിയിരുന്നു. മുത്തശ്ശൻ ഈ വിദ്യകൾ പ്രയോഗിച്ച് അമ്പു കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനതിൽ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ താൻ നടത്തിയ പരീക്ഷണം വിജയം കണ്ടതോടെ അവന്റെ മോഹങ്ങൾക്ക് ചിറകു മുളച്ചു. അനന്തമായ ആകാശത്തിൽ പാറിപ്പറക്കുന്ന പറവകളെപ്പോലെ അവന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആഗ്രഹിച്ചു പോയി. അന്ന് വൈകുന്നേരം രാജനെ കണ്ടിട്ടും താൻ നടത്തിയ രഹസ്യമായ നീക്കങ്ങളെപ്പറ്റി അമ്പു അവനോട് യാതൊന്നും സംസാരിച്ചില്ല. ശ്രീദേവിയുടെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിക്കാൻ നീ എന്ത് പദ്ധതിയാണ് ഒരുക്കിയതെന്ന് രാജൻ പലതവണ അവനോട് ചോദിച്ചെങ്കിലും അതെല്ലാം കാത്തിരുന്ന് കണ്ടോളൂ എന്ന ഒറ്റ മറുപടിയിൽ ഒതുക്കി അമ്പു അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. അടുത്ത രാത്രിയിലും ഏലത്തൂർ തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച അമ്പു സന്ധ്യ കഴിഞ്ഞ ഉടനെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രാജനെ കണ്ട് മടങ്ങി വന്ന വഴിയിൽ പറമ്പിൽ നിന്ന് ശേഖരിച്ച വിശേഷപ്പെട്ട പച്ചമരുന്നുകളുടെ വേരുകൾ ചമ്മതയുടെ തടികൾ ചേർത്ത് കത്തിച്ച് അത് കരിപ്പൊടി പരുവത്തിലാക്കി. പിന്നീട് പഴയ റെങ്കുപെട്ടിയിലിരുന്ന ഒരു ചെറിയ കുപ്പിയിലായി സൂക്ഷിച്ച ഉണ്ണിത്തൈലം ചൂണ്ടുവിരൽ തൊട്ടടുത്ത് ആ കരിപ്പൊടിയിൽ ചേർത്ത് ചാലിച്ച് ആ മിശ്രിതം അമ്പു തന്റെ നെറ്റിയിലും ചെവിക്ക് പിന്നിലും കാൽപാദങ്ങൾക്കടിയിലുമായി പുരട്ടി. ആ നിമിഷം അവന്റെ ശരീരത്തിൽ ഒരു തണുപ്പ് പടർന്നു കയറി. തന്റെ ശരീരം ഒരു തൂവല് പോലെ ഭാരമില്ലാതാവുന്നത് അമ്പു അറിയുന്നുണ്ടായിരുന്നു. അവൻ തന്റെ കൈകൾ ഉയർത്തു നോക്കിയതും മെല്ലെ മെല്ലെ അവ സുതാര്യമായി മാറുന്നത് അമ്പു അത്ഭുതത്തോടെ കണ്ടു. തന്റെ രൂപം അങ്ങനെ മാഞ്ഞു പോകുന്നത് കണ്ടപ്പോഴുണ്ടായ ആത്മവിശ്വാസം അവനെ ആവേശം കൊള്ളിച്ചു. മുത്തശ്ശൻ പഠിപ്പിച്ചു തന്ന ആ മാന്ത്രിക വിദ്യയുടെ പ്രധാന രഹസ്യം നിശാചരന്മാരായ ചില മൃഗങ്ങളെപ്പോലെ തീർത്തും നിശബ്ദരായി സഞ്ചരിക്കുക എന്നതാണ്. അമ്പു തന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു കരിമ്പൂച്ചയുടെ മെയ്വഴക്കത്തോടെ മുന്നോട്ട് നീങ്ങി. മഞ്ഞു മൂടിയ പാടവരമ്പത്തു കൂടി നടക്കുമ്പോൾ തന്റെ കാൽപാദങ്ങൾ നിലത്ത് സ്പർശിക്കുന്നില്ലെന്നും
ഒരു കാറ്റ് പോലെ തന്റെ ശരീരം ഒഴുകി നീങ്ങുകയാണെന്നും അറിഞ്ഞപ്പോൾ അമ്പുവിന്റെ ആഹ്ലാദം വർദ്ധിച്ചു. പാതിര കഴിഞ്ഞ നേരത്ത് അമ്പു ഏലത്തൂർ തറവാടിന്റെ പടിപ്പുര കടന്നു. ആദ്യം വന്ന സമയത്ത് അവന് പേടിയുണ്ടായിരുന്നെങ്കിലും ഇത്തവണ അവൻ ഒരു തരിമ്പും ഭയമില്ലായിരുന്നു. ഒരു കാറ്റ് പോലെ സഞ്ചരിച്ച അമ്പു നിഷ്പ്രയാസം തറവാടിനുള്ളിൽ കടന്നുകൂടി. താൻ സ്വയത്തമാക്കിയ മാന്ത്രിക വിദ്യയുടെ വിജയം അവനിൽ വല്ലാത്ത ലഹരിയായി പടർന്നു കഴിഞ്ഞിരുന്നു. ശ്രീദേവിയെ കാണാൻ അമ്പുവിന്റെ മനസ്സ് തുടിക്കുകയായിരുന്നു. അവളുടെ മുറിയുടെ ഒരു കോണിൽ തൂക്കിയ തൂക്കുവിളക്കിന്റെ വെട്ടത്തിൽ അമ്പു ശ്രീദേവിയുടെ കിടപ്പുമുറിയിലെ കാഴ്ചകൾ കണ്ടു. ഉറക്കത്തിൽ ഒരു മാലാഖിയെ പോലെ കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് അമ്പു ഏറെ നേരം നോക്കി നിന്നു. അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പുതുള്ളികളും അലസമായി കിടന്ന മുടിയിഴകളും അവനിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചു. താൻ ഇവിടേക്ക് വന്നത് അവളെ ഭയപ്പെടുത്താനാണെന്ന് പോലും അവൻ മറന്നുപോയിരുന്നു. ആ മുറിയുടെ നിശബ്ദതയിൽ കേട്ട ശ്രീദേവിയുടെ ശ്വാസത്തിന്റെ താളം അമ്പുവിന്റെ ഹൃദയമിടിപ്പ് കൂട്ടി. അവന്റെ അദൃശ്യമായ കൈകൾ ഉറങ്ങിക്കിടന്ന ശ്രീദേവിയുടെ മുഖത്തിനു നേർക്ക് നീണ്ടെങ്കിലും പെട്ടെന്ന് അവൻ ആ കൈകൾ പിൻവലിച്ചു. അമ്പുവിന്റെ ദേഹത്ത് പുരട്ടിയ ഉണ്ണിത്തൈലത്തിന്റെയും പച്ചമരുന്നുകളുടെയും ഗന്ധം ആ മുറിയിലെ വായുവിൽ ലയിച്ചു ചേർന്നു. ഉറക്കത്തിൽ പോലും ആ സുഗന്ധം ശ്രീദേവിയുടെ ഇന്ദ്രിയ അവളുടെ ചുറ്റും ഒരു മാന്ത്രിക വലയം തീർക്കുന്നത് പോലെ ആ കസ്തൂരി ഗന്ധം പടർന്നുകൊണ്ടിരുന്നു. ആ സുഗന്ധത്തിന്റെ ഉറവിടം തന്റെ തൊട്ടരികിൽ നിന്നാണെന്ന് തോന്നിയപ്പോൾ അവൾ കിടക്കയിൽ നിന്ന് ചാടിപ്പിടഞ്ഞെണീറ്റതും തന്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത കാറ്റ് കടന്നുപോയതായി ശ്രീദേവിക്ക് തോന്നി. ഒരു കിതപ്പോടെ അവൾ 4 പാടും നോക്കി. കതകും ജനലുകളും ഭദ്രമായി അടഞ്ഞുകിടക്കുകയാണ്. തൂക്കുവിളക്കിന്റെ വെട്ടത്തിൽ മുറിയിലെ കാഴ്ചകൾ വ്യക്തമാണ്. ആ മുറിയിൽ ആരുമില്ലായിരുന്നെങ്കിലും തന്റെ തൊട്ടടുത്ത് ആരോ ഒരാൾ ഉണ്ടെന്നുള്ള തോന്നൽ അവളെ ആകെ അസ്വസ്ഥയാക്കി. അവളുടെ കാഴ്ചയ്ക്ക് അതീതമായിരുന്നെങ്കിലും ശ്രീദേവിയുടെ തൊട്ടടുത്തുള്ള ചുമരിനോട് ചേർന്ന് അമ്പു അപ്പോൾ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പരിഭ്രമത്തോടെ ശ്രീദേവി തൂക്കുവിളക്കിലെ തിരി ഒന്ന് നീട്ടിയിട്ടു. എന്നിട്ടും അസാധാരണമായ യാതൊന്നും അവൾ ആ മുറിയിൽ കണ്ടില്ല. പക്ഷേ അസഹനീയമായ ഒരുതരം തണുപ്പും ആരെയും മത്തുപിടിപ്പിക്കുന്ന ആ സുഗന്ധവും സത്യമായിരുന്നു. അമ്പു അവളിൽ നിന്ന് വെറും 2 അടി അകലത്തിലാണ് നിന്നത്. ശ്രീദേവിയുടെ വലിയ വിടർന്ന കണ്ണുകളിൽ നിഴലിക്കുന്ന ഭയം കണ്ടപ്പോൾ അവന് ചെറിയൊരു കുറ്റബോധം തോന്നി. എങ്കിലും അവളുടെ പരിഭ്രമത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കട്ടിലിനരികിൽ നിന്ന് ശ്രീദേവി പെട്ടെന്ന് കതകിനടുത്തേക്ക് നടന്നു. അവൾ കടന്നുപോയപ്പോൾ അവളുടെ കൈകൾ അമ്പുവിന്റെ ശരീരത്തിൽ തൊട്ടോ തൊട്ടില്ല എന്ന മട്ടിൽ നീങ്ങി. കതക് തുറന്ന് പുറത്തെ വരാന്തയിലേക്ക് എത്തി നോക്കിയ ശ്രീദേവി തിരികെ മുറിയിൽ കയറി വാതിലടച്ചു കിടന്നു. ആ രാത്രിയിൽ അദൃശ്യനായ അമ്പുവും പേടിച്ചരണ്ട ശ്രീദേവിയും ആ മുറിയിലെ നിശബ്ദതയിൽ ആണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ കുളക്കടവിലെ പടവിലിരിക്കുകയായിരുന്നു ശ്രീദേവി. കുളിക്കാനുള്ള ഒരുക്കങ്ങളുമായി അവളുടെ 1-2 കൂട്ടുകാരികളും ശ്രീദേവിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നും കലപില സംസാരിക്കാറുള്ള ശ്രീദേവി അന്ന് തീർത്തും നിശബ്ദയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഉറക്കക്ഷീണവും ഭയവും നിഴലിച്ചിരുന്നു. ഏറെ നേരത്തെ ആലോചനയ്ക്കൊടുവിൽ ശ്രീദേവി കഴിഞ്ഞ രാത്രികളിൽ തനിക്കുണ്ടായ വിചിത്രമായ അനുഭവങ്ങളെക്കുറിച്ച് തന്റെ കൂട്ടുകാരികളോട് തുറന്നു പറഞ്ഞു. ആരുടെയോ അദൃശ്യ സാന്നിധ്യം ആ മുറിയിൽ എനിക്ക് അനുഭവപ്പെട്ടു. ആ ഒരു ഗന്ധം അതിപ്പോഴും എന്റെ വസ്ത്രങ്ങളിൽ പോലും തങ്ങി നിൽപ്പുണ്ട്. പരിഭ്രമത്തോടെയുള്ള ശ്രീദേവിയുടെ ആ സംസാരം കേട്ട് അവളുടെ കൂട്ടുകാരികളായ ഗീതയും മല്ലികയും പൊട്ടിച്ചിരിച്ചു. നീ ഈ നാട്ടിലെ അപ്സരസല്ലേ? നിന്റെ സൗന്ദര്യം കണ്ടിട്ട് ദേവലോകത്തിൽ നിന്ന് ഏതോ ഗന്ധർവൻ ഇറങ്ങി വന്നതാകും. ഗീത അവളെ കളിയാക്കി. സത്യമാ ശ്രീദേവി, ഗഗനചാരിയായ ഒരു ഗന്ധർവൻ നിന്റെ മുറിയിൽ കടന്നുകൂടിയതാ. നിർവചിക്കാനാവാത്ത സുഗന്ധമെന്നല്ലേ നീ പറഞ്ഞത്? ഗന്ധർവന്മാർ വരുമ്പോൾ അത്തരം സുഗന്ധങ്ങൾ നമുക്ക് അനുഭവപ്പെടും. പക്ഷെ കൂട്ടുകാരികളുടെ ആ തമാശകൾ അവൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഗന്ധർവൻ എന്നത് വെറുമൊരു സങ്കല്പമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് അവൾ ചിന്തിച്ചു. വൈകുന്നേരം പൂമുഖത്ത് ഇറയത്തിരുന്ന് രാമായണം വായിക്കുകയായിരുന്ന മുത്തശ്ശിയുടെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് ശ്രീദേവി ചോദിച്ചു, മുത്തശ്ശി, ഈ ഗന്ധർവന്മാർ എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണോ അതോ അതെല്ലാം വെറും സങ്കല്പങ്ങൾ മാത്രമാണോ? വായന നിർത്തി മുത്തശ്ശി തന്റെ അരികിൽ വന്നിരുന്ന പേരക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ വിളറിയ മുഖം കണ്ടപ്പോൾ ആ വൃദ്ധയ്ക്ക് എന്തോ പന്തികേട് തോന്നി. എന്തേ കുട്ടി, ഈ വിളക്ക് വെച്ച നേരത്ത് ഇപ്പൊ ഇങ്ങനെയൊരു ചോദ്യം? മുത്തശ്ശിയുടെ ചോദ്യത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു. ജിജ്ഞാസ നിറഞ്ഞ അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു, പണ്ട് എന്റെ കുട്ടിക്കാലത്ത് തറവാട്ടിലെ കാരണവന്മാർ പറഞ്ഞ് ഞാൻ ചിലത് കേട്ടിട്ടുണ്ട്.
രൂപവതികളായ പെൺകുട്ടികൾ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നിഗൂഢമായ ചില ശക്തികൾ അവരെ തേടി വരാറുണ്ട്. ദുഷ്ടശക്തികളാണെങ്കിൽ ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തിന്റെ ദുർഗന്ധമായിരിക്കും അവയുടെ സാന്നിധ്യം അറിയിക്കുക. ഇനി അതല്ല, നീ പറഞ്ഞ ഗന്ധർവനെ പോലുള്ള ശക്തികളാണെങ്കിൽ അവർ വരുമ്പോൾ ചില കാട്ടുപൂക്കളുടെ സുഗന്ധമായിരിക്കും ഉണ്ടാവുക. അവർ നമ്മളെ ഉപദ്രവിക്കില്ല. അദൃശ്യരായി നമ്മളെ നിരീക്ഷിക്കുന്ന ഗന്ധർവന്മാരെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അവരുടെ സാന്നിധ്യം മനസ്സുകൊണ്ട് നമുക്കറിയാൻ കഴിയുമത്രേ. പിന്നെ അവർ വിചാരിക്കുകയാണെങ്കിൽ നമുക്കവരെ കാണാൻ കഴിയും. ഈ ഗന്ധർവന്മാർ പ്രണയിക്കുന്നവരാണ് ശ്രീകുട്ടി. അവർക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ പിന്നെ നിഴല് പോലെ ആ ശക്തികൾ എപ്പോഴും ആ പെണ്ണിന്റെ കൂടെ ഉണ്ടാകും. അവരുടെ സാന്നിധ്യം മറ്റുള്ളവർ അറിയാതിരിക്കാനായി ഗന്ധർവന്മാർ ചില മാന്ത്രിക വിദ്യകളൊക്കെ പ്രയോഗിക്കും. എന്റെ കുട്ടി ഒരു അപ്സരസിനെ പോലെ സുന്ദരിയല്ലേ? ഇനി ഏതെങ്കിലും ഒരു ഗന്ധർവൻ മോളെ കാണാൻ വന്നോ? മുത്തശ്ശി തമാശ രൂപേണയാണ് അത് ചോദിച്ചതെങ്കിലും അവളിൽ ഒരു നടുക്കമുണ്ടായി. മുത്തശ്ശിയുടെ വിശദീകരണത്തിൽ നിന്ന് തന്റെ മുറിയിൽ അനുഭവപ്പെടുന്ന ശക്തിയുടെ അദൃശ്യ സാന്നിധ്യം അത് ഗന്ധർവൻ തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു. ഗന്ധർവന്റെ ആ കഥകൾ ശ്രീദേവിയുടെ ഉള്ളിൽ ഒരു പുതിയ പ്രകാശം നിറച്ചു. അതുവരെ അവളുടെ മനസ്സിനെ പിടിമുറുക്കിയ ഭയം പിന്നീട് ദിവ്യമായ ഒരു അനുഭൂതിയായി മാറുകയായിരുന്നു. ഗന്ധർവന്മാർ പ്രണയിക്കുന്നവരാണ്. ഒരു പെണ്ണിനോട് അവർക്ക് ഇഷ്ടം തോന്നിയാൽ പിന്നെ ഒരു നിഴല് പോലെ എന്നും ആ ശക്തി അവളുടെ കൂടെ ഉണ്ടാവും. മുത്തശ്ശി പറഞ്ഞ ആ വാക്കുകൾ ശ്രീദേവിയുടെ ചെവിയിൽ പലതവണ മുഴങ്ങി കേൾക്കുന്നതായി അവൾക്ക് തോന്നി. തന്റെ സൗന്ദര്യം ഒരു ദേവനെ പോലും ആകർഷിച്ചു എന്ന ചിന്ത അവളുടെ അഹങ്കാരത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. താൻ ഒരു ഗന്ധർവന്റെ കാമുകയാണെന്ന തോന്നൽ അവൾക്ക് വല്ലാത്തൊരു ആവേശം നൽകി. അന്ന് രാത്രി ശ്രീദേവി ഉറങ്ങിയില്ല. പകരം തന്നെ കാണാൻ വരുന്ന ഗന്ധർവന് വേണ്ടി അവൾ അണിഞ്ഞൊരുങ്ങി. കസവസാരി ഞൊറിഞ്ഞുടുത്ത് മുടിയിൽ മുല്ലപ്പൂക്കൾ ചൂടി സർവ്വ ആഭരണങ്ങളും അണിഞ്ഞ് ഒരു ദേവതയെപ്പോലെ ശ്രീദേവി തന്റെ മുറിയിൽ ഗന്ധർവനായി കാത്തിരുന്നു. ജനാലകൾ മലർക്കെ തുറന്നിട്ട് അവൾ പുറത്തെ നിലാവിൽ തെളിഞ്ഞ കാഴ്ചകൾ കണ്ടുകൊണ്ട് കണ്ണിമകൾ വെട്ടാതെ പുറത്തേക്ക് നോക്കി നിന്നു. പാതിരാ കഴിഞ്ഞ നേരത്ത് അദൃശ്യനായി അവളുടെ മുറിയിലേക്ക് പ്രവേശിച്ച അമ്പു അണിഞ്ഞൊരുങ്ങി നിന്ന ശ്രീദേവിയെ കണ്ട് ആകെ അത്ഭുതം കൊണ്ടു. ഒരു കുളിർ കാറ്റുപോലെ ആ മുറിയിലേക്ക് അമ്പു കടന്നു വന്നതും ഉന്മാദം കൊള്ളിക്കുന്ന കസ്തൂരി ഗന്ധം അവിടെയെല്ലാം നിറഞ്ഞു. ആ വശ്യമായ ഗന്ധത്തിൽ മയങ്ങി ശ്രീദേവി തന്റെ മുറിയിലെമ്പാടും കണ്ണോടിച്ചു. കണ്ണുകൾ കൊണ്ട് ആരെയും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഗന്ധർവന്റെ സാന്നിധ്യം തന്റെ തൊട്ടടുത്തുണ്ടെന്ന് അവൾ അറിഞ്ഞു. മത്തുപിടിപ്പിക്കുന്ന കസ്തൂരി ഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്താനായി അവൾ ശൂന്യതയിൽ തന്റെ വിരലുകൾ ചലിപ്പിച്ചു. തന്റെ ചുണ്ടുകളെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പാഞ്ഞു മാറിയ ശ്രീദേവിയുടെ മൃദുലമായ കൈവിരൽ തുമ്പിൽ നിന്ന് അല്പമകലത്തിൽ അവൻ അനങ്ങാതെ തന്നെ നിന്നു. അമ്പുവിന് തന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവന് അടക്കാനാവാത്ത ആശ്ചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അവളുടെ മുഖത്ത് കണ്ട ഭയവും പരിഭ്രമവും ഇപ്പോഴില്ല. പകരം ചുവന്ന തുടുത്ത അവളുടെ മുഖത്ത് ഒരു കുസൃതി ചിരിയും കണ്ണുകളിൽ വല്ലാത്തൊരു കൗതുകവുമാണ് അവന് കാണാൻ കഴിഞ്ഞത്. ശ്രീദേവിക്ക് ഇത്ര പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നോർത്ത് അമ്പു അങ്ങനെ ചിന്തിച്ചു നിൽക്കവേ അവൾ ശൂന്യതയിലേക്ക് നോക്കി ഗന്ധർവ എന്ന് വിളിച്ചതും അവനിൽ ഒരു നടുക്കമുണ്ടായി. ആ നടുക്കം വിട്ടു മാറിയതും അമ്പുവിന് ചില കാര്യങ്ങൾ മനസ്സിലായി. തന്റെ അദൃശ്യ സാന്നിധ്യത്തെ അവൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. തന്റെ വിദ്യകൾ കൊണ്ട് സൃഷ്ടിച്ച ആ നിഗൂഢമായ മായക്ക് കാരണം ഗന്ധർവനാണെന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതായത് തന്നെ ഒരു ഗന്ധർവനായിട്ടാണ് ശ്രീദേവി സങ്കല്പിച്ചിരിക്കുന്നത്. ആ തിരിച്ചറിവിൽ അമ്പുവിന് ചിരി പൊട്ടി. ഏലത്തൂർ തറവാടിന്റെ പടിക്കപ്പുറം നിർത്താറുള്ള പാണച്ചെക്കനെയാണ് തമ്പുരാട്ടിക്കുട്ടി ഒരു ഗന്ധർവനായി കരുതിയിരിക്കുന്നത്. ഇനി സത്യമറിയാനിടയായാൽ തന്റെ ഗതി എന്തായിരിക്കും? ഈ കളികളെല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയാലോ? നിമിഷ നേരം കൊണ്ട് അമ്പുവിന്റെ മനസ്സിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്കും താക്കീതുകൾക്കും വിരാമം ഇട്ടുകൊണ്ട് അവൻ ഒരു തീരുമാനമെടുത്തു. ഈ കളി ഏതറ്റം വരെ പോകുമെന്ന് അറിയില്ല. എന്തായാലും മുത്തശ്ശനിൽ നിന്ന് വശത്താക്കിയ വിദ്യകൾ കാരണം തമ്പുരാട്ടിക്കുട്ടിയുടെ കിടപ്പറ വരെ എത്താൻ തനിക്ക് കഴിഞ്ഞുവെങ്കിൽ അവളുടെ മനസ്സിൽ ഇടം നേടാനും തനിക്ക് കഴിയും. അതിനിപ്പോ ഗന്ധർവന്റെ വേഷം കെട്ടണമെങ്കിൽ അങ്ങനെയാവാം. ശ്രീദേവിയെ സ്വന്തമാക്കാൻ താൻ എന്തിനും തയ്യാറാണ്. അമ്പു ആ തീരുമാനമെടുത്തതും മുത്തശ്ശന്റെ വാക്കുകൾ ഒരു നിമിഷത്തേക്ക് അവൻ ഓർമ്മ വന്നു.
അർഹതയില്ലാത്തത് സ്വന്തമാക്കാൻ ഈ വിദ്യകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. മുത്തശ്ശന്റെ ആ താക്കീത് അവൻ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞു. അങ്ങനെ താൻ വശത്താക്കിയ ജാലവിദ്യകളുടെ സഹായത്താൽ ശ്രീദേവിക്ക് മുന്നിൽ അവനൊരു മായാലോകമൊരുക്കി. സ്വർണ്ണ നിലാവ് ഉദിച്ചു നിൽക്കുന്ന ആകാശത്തിന് കീഴെയാണ് താനിപ്പോൾ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അവളുടെ കിടപ്പുമുറിയുടെ 4 ചുമരുകളും മേൽക്കൂരയും ആ കാഴ്ചകൾക്ക് ഒരു തടസ്സവും സൃഷ്ടിച്ചില്ല. സത്യത്തിൽ അവളുടെ ആ കിടപ്പുമുറി തന്നെ വേറൊരു ലോകമാക്കി തീർക്കാൻ അമ്മുവിന് കഴിഞ്ഞു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിന്ന് തെളിഞ്ഞ ആകാശത്ത് കണ്ട നക്ഷത്രപ്പൊട്ടുകൾ ഒരു മഴ പോലെ ശ്രീദേവിയുടെ മേലേക്ക് പെയ്തിറങ്ങി. മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രത്തരികൾ അവളുടെ വസ്ത്രത്തിലും മുടിയിഴകളിലും തങ്ങി നിന്നു. അത്ഭുതം അടക്കാനാവാതെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ശ്രീദേവി തുള്ളിച്ചാടി. നനുനനുത്ത മഴ പോലെ പെയ്തിറങ്ങിയ ആ നക്ഷത്രത്തരികളെ കൈനീട്ടി തൊടാൻ ശ്രമിച്ചപ്പോൾ അവ ശ്രീദേവിയുടെ കൈവിരലുകൾക്കിടയിലൂടെ തെന്നി മാറി. പിന്നീട് മേഘപാളികൾക്കിടയിലൂടെ ഒരു തൂവൽ പോലെ താൻ പാറി നടക്കുന്നതായിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ആ സമയം ശ്രീദേവി തന്റെ കിടപ്പുമുറിയിലായിരുന്നെങ്കിലും അമ്പുവിന്റെ ജാലവിദ്യ അവളുടെ മനസ്സിനെ മറ്റൊരു ലോകത്തെത്തിച്ചിരുന്നു. മേഘച്ചുരുളുകൾക്ക് കീഴെ കണ്ട പൂന്തോട്ടത്തിൽ അതിമനോഹരമായ വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ വിരിയുന്നതായും അവയ്ക്ക് ചുറ്റും താൻ ഇതുവരെ കാണാത്തത്ര ഭംഗിയേറിയ ചിത്രശലഭങ്ങൾ വട്ടമിട്ട് പറക്കുന്നതായും അവൾ കണ്ടു. ഒരു നിമിഷത്തേക്ക് താൻ എത്തപ്പെട്ടത് സ്വർഗത്തിലാണോ എന്ന് ശ്രീദേവിക്ക് സംശയമായി. ഒടുവിൽ നേരം പുലരാറായപ്പോൾ തന്റെ മുറിയിൽ തങ്ങി നിന്ന ആ കസ്തൂരി ഗന്ധം മെല്ലെ മെല്ലെ അകന്നു പോയതും അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്ന ആ മായാലോകത്തിന്റെ കാഴ്ചകളും വിചിത്രമായ അനുഭവങ്ങളും ഒരു സ്വപ്നം കണക്കെ മറഞ്ഞുപോയി. ഗന്ധർവന്റെ സാന്നിധ്യം തന്റെ അരികിൽ നിന്ന് അകലുകയാണെന്ന് തോന്നിയപ്പോൾ ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ അഭാവം അവളെ സങ്കടപ്പെടുത്തുന്നു എന്ന് കണ്ടതോടെ അമ്പുവിനും അവളെ വിട്ട് പിരിയാൻ ഏറെ വിഷമം തോന്നി. പക്ഷേ വെളിച്ചം വീണാൽ, സൂര്യന്റെ പ്രകാശമേറ്റാൽ തന്റെ ഈ ചെപ്പടി വിദ്യയൊന്നും ഫലിക്കില്ല എന്നറിയാവുന്ന അമ്പു മനസ്സില്ലാ മനസ്സോടെയാണ് ആ രാത്രി യാത്രയായത്. പിന്നീടുള്ള രാത്രികളിൽ ശ്രീദേവി മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയാണ് അമ്പു അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. നിലാവെളിച്ചം പോലുള്ള പ്രഭാവലയത്തിനോടൊപ്പം തന്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട തേജസ്സാർന്ന പുരുഷരൂപം കണ്ട് ശ്രീദേവി ആകെ അമ്പരന്നു. തന്റെ പ്രിയപ്പെട്ട ഗന്ധർവനെ നേരിൽ കണ്ടതും അവൾ ഒരു നിമിഷത്തേക്ക് അനക്കമറ്റ് നിന്നുപോയി. തന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഗന്ധർവന്റെ രൂപത്തിനോടാണ് ശ്രീദേവിക്ക് പ്രണയമെന്ന തിരിച്ചറിവിൽ അമ്പുവിന്റെ മനസ്സ് വിങ്ങി. ആ തിരിച്ചറിവ് അവനുണ്ടായിട്ടും ഗന്ധർവന്റെ വേഷം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായില്ല. കാരണം ശ്രീദേവിയെ അമ്പു അത്രയേറെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അവളെ തനിക്ക് നഷ്ടപ്പെടരുതെന്നാണ് അമ്പു ആഗ്രഹിച്ചത്. ഗന്ധർവനായി മാറിയ അമ്പു ശ്രീദേവിക്കരികിലേക്ക് നടന്നെടുത്തു. താൻ കാണുന്നത് ഒരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ശ്രീദേവി തന്റെ തൊട്ടു മുന്നിൽ വന്ന ആ ഗന്ധർവ രൂപത്തിന്റെ മുഖത്ത് സ്പർശിച്ചു. അതോടെ അത് മായക്കാഴ്ചയല്ലെന്ന് അവൾക്ക് തോന്നി. അമ്പു ആ നിമിഷത്തിൽ ശ്രീദേവിയെ ചേർത്ത് പിടിച്ചു. ആ കിടപ്പുമുറിയുടെ സ്ഥാനത്ത് വീണ്ടും ഒരു മായാലോകം രൂപപ്പെടുകയായിരുന്നു. മനോഹരമായ പൂക്കൾ നിറഞ്ഞ താഴ്വരയിലൂടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. ആർക്കും നമ്മളെ വേർപിരിക്കാനാവില്ലെന്ന് ശ്രീദേവി അവന്റെ ചെവികളിൽ മന്ത്രിച്ചു. ആ മായാലോകത്തിലെ പറവകളും ഇളം തെന്നലും പൂത്ത മരങ്ങളും അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. അമ്പുവിന് ആ സമയം കുറ്റബോധം തോന്നിയെങ്കിലും അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവനെല്ലാം മറന്നു. നേരം പുലരാൻ തുടങ്ങിയതോടെ അമ്പുവിന്റെ ഗന്ധർവരൂപം ശ്രീദേവിയുടെ കൺമുന്നിൽ നിന്ന് മെല്ലെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഇരുവർക്കും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ആ രാത്രിയും കഴിഞ്ഞുപോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭാരതിയമ്മ ശ്രീദേവിയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. അവളുടെ മുറിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ സംസാരവും ചിരിയും കേട്ടതോടെ ഒരു രാത്രി അവർ ശ്രീദേവിയുടെ മുറിക്ക് മുന്നിൽ പതുങ്ങി നിന്നു. അകത്തു നിന്ന് മകളുടെ അടക്കിപ്പിടിച്ച ചിരിയും ആവേശത്തോടെയുള്ള സംസാരവും കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും സ്വപ്നം കണ്ട് ശ്രീദേവി പിച്ചും പെയും പറയുകയാണെന്നറിയാൻ അവർ പലതവണ കഥകൾ തട്ടി വിളിച്ചു. പക്ഷേ അവൾ കഥക തുറക്കാതിരുന്നതോടെ ഭാരതിയമ്മ ശബ്ദമുണ്ടാക്കാതെ വാതിലിന്റെ വിടവിലൂടെ അകത്തേക്ക് എത്തി നോക്കി. കിടക്കയുടെ ഒരറ്റത്തിരുന്ന് ആരെയോ മുന്നിൽ കണ്ടതുപോലെ ശ്രീദേവി വർത്തമാനം പറയുകയും പൊട്ടിച്ചിരിക്കുന്നതും കണ്ടപ്പോൾ
ഭാരതിയമ്മയ്ക്ക് ആകെ ആദിയായി. മകളുടെ ആ വിചിത്രമായ പെരുമാറ്റം കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. അടുത്ത ദിവസം മുതൽ ഭാരതിയമ്മ തന്റെ മകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ശ്രീദേവി മുൻപത്തേക്കാൾ ഏറെ സന്തോഷവതിയാണ്. ഏതോ സ്വപ്നലോകത്തിൽ എന്നതുപോലെയാണ് അവളുടെ നടപ്പ്. ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. നേരത്തെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കയറി ഇടപെടാറുള്ള അവൾ ആരോടും അധികം ഇപ്പോൾ ഏത് സമയവും ഒരുങ്ങി ചമഞ്ഞ് നടക്കും. അതിപ്പോ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തായാലും ഏറെ നേരം കണ്ണാടിയുടെ മുന്നിൽ ചിലവഴിക്കും. അണിഞ്ഞൊരുങ്ങിയാണ് കിടക്കാറ്. ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ല. രാത്രിയിൽ ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് അവർ ശ്രീദേവിയോട് 1-2 തവണ ചോദിച്ചെങ്കിലും അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എടുത്തുചാട്ടക്കാരനായ ജനാർദ്ദൻ നായരോട് മകളുടെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് പറയാൻ ഭാരതിയമ്മയ്ക്ക് പേടിയായിരുന്നു. അങ്ങനെ ഒടുക്കം തറവാട്ടിലെ സർവവിജ്ഞാന കോശമായ മുത്തശ്ശിയോട് ഈ രഹസ്യം അവർ തുറന്നു പറഞ്ഞു. ഭാരതിയമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഭാരതി. കഴിഞ്ഞ ദിവസം ശ്രീകുട്ടി എന്നോട് ചിലതൊക്കെ ചോദിച്ചിരുന്നു. നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രീദേവിക്ക് ഗന്ധർവബാധ ഏറ്റതാകാനാണ് സാധ്യത. ഏലത്തൂർ തറവാടിന്റെ അന്തസ്സിന് ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. മകളുടെ ജീവിതം അപകടത്തിലാകുന്നതിന് മുമ്പേ നീ ഈ കാര്യം ജനാർദ്ദനോട് പറയണം. അവനതിനൊരു പോംവഴി കണ്ടെത്തിക്കോളും. അങ്ങനെ മുത്തശ്ശിയുടെ ആവശ്യപ്രകാരം ഭാരതിയമ്മ ജനാർദ്ദനൻ നായരോട് ശ്രീദേവിയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു. ഭാര്യയുടെ ആ കണ്ടുപിടുത്തം അയാൾ ആദ്യം പുച്ഛിച്ചു തള്ളി. നീ വെറുതെ അതും ഇതും പറയാതെ ഭാരതി. വിവാഹപ്രായമായ മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയാൽ അവളുടെ ഭാവി തന്നെ തകരും. പഠിപ്പും വിവരവുമുള്ള കുട്ടിയാ അവൾ. ഏതെങ്കിലും പുസ്തകം വായിച്ച് ചിരിച്ചതാകാം. പിന്നെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ അല്പസ്വല്പം കീർക്കൊക്കെ കാണിച്ചെന്നിരിക്കും. അതൊന്നും കാര്യമാക്കേണ്ട. എന്നാൽ ജനാർദ്ദൻ നായരുടെ അമ്മ മരുമകൾ പറഞ്ഞതിനോട് 100% യോജിപ്പ് കാട്ടി. ഭാരതി പറഞ്ഞത് സത്യമാ ജനാർദ്ദന. ഈയിടെയായി ശ്രീകുട്ടിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ചിലപ്പോൾ ഗന്ധർവബാധയേറ്റതാകാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടശക്തികൾ മോളുടെ പിന്നാലെ കൂടിയതാവാം. ആരും കണ്ണുവെച്ചു പോകുന്ന സൗന്ദര്യമല്ലേ നമ്മുടെ കുട്ടിക്ക്. അതിനാൽ അവളുടെ ആ സൗന്ദര്യം അങ്ങനെയുള്ള ശക്തികളെയും ആകർഷിച്ചെന്ന് വരാം. ഇതിങ്ങനെ അങ്ങ് വിട്ടാൽ നമ്മുടെ തറവാടിന്റെ പേരും പെരുമയും നശിക്കും, കുലം മുടിയും. അമ്മ കർക്കശമായി പറഞ്ഞപ്പോൾ അവരുടെ വാക്കുകളെ തള്ളിക്കളയാൻ ജനാർദ്ദൻ നായർക്കായില്ല. അങ്ങനെ പെരുവമ്പയിലെ പ്രശസ്തനായ ഒരു പണിക്കരെ അദ്ദേഹം തറവാട്ടിലേക്ക് വിളിപ്പിച്ചു. അടുത്ത ദിവസം ഉച്ചയോടെ പണിക്കർ തറവാട്ടിലെത്തിച്ചേർന്നു. ഒരു പലകയിട്ട് അദ്ദേഹം ഉമ്മറത്തിണ്ണയിൽ ഇരുന്നു. ജനാർദ്ദൻ നായരും കുടുംബവും പണിക്കരുടെ ചുറ്റിനും ഇരുന്നു. ശ്രീദേവിയെ മുത്തശ്ശി നിർബന്ധപൂർവം അവരുടെ തൊട്ടരികിൽ തന്നെ പിടിച്ചിരുത്തി. മുന്നിലിരുന്ന രാശിപ്പലകയിൽ കവടി നിരത്തി പണിക്കർ ഗണനം തുടങ്ങി. സമയം കടന്നു പോകുന്തോറും അദ്ദേഹത്തിന്റെ മുഖത്തെ ഗൗരവമേറി. ഇടയ്ക്കിടെ അയാൾ ശ്രീദേവിയെ തറപ്പിച്ചൊന്നു നോക്കി. ജനാർദ്ദൻ നായരെ, കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ശ്രീകുട്ടിയുടെ സമയം വളരെ മോശമാ. അജ്ഞാതമായ ഏതോ ഒരു ശക്തി ഈ തറവാടിന്റെ പടിപ്പുര കടന്ന് അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. മോൾക്ക് ഗന്ധർവബാധയേറ്റതായി തോന്നുന്നില്ല. മറിച്ച് മായക്കാഴ്ചകൾ കാട്ടി കുട്ടിയെ ആരോ ഭ്രമിപ്പിച്ചതാണ്. നല്ലൊരു മാന്ത്രികനെ ഞാൻ ഇവിടേക്ക് പറഞ്ഞയക്കാം. അയാൾ വളരെ എളുപ്പത്തിൽ അതാരാണെന്ന് കണ്ടെത്തുകയും പരിഹാര കർമ്മം ചെയ്യുകയും ചെയ്യും. ജനാർദ്ദൻ നായരെയും കുടുംബത്തെയും അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അന്ന് പണിക്കർ അവിടെ നിന്ന് മടങ്ങിപ്പോയത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ പണിക്കർ പറഞ്ഞയച്ച ആൾ ഏലത്തൂർ തറവാട്ടിലെത്തി. അധികം പ്രായമില്ലാത്ത ഒരാൾ. കണ്ടാൽ ഒരു 40 വയസ്സ് തോന്നും. മെല്ലിച്ച ഒരു മനുഷ്യൻ. താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്. അയാളുടെ ആ കോലം കണ്ടതും മുത്തശ്ശി അനിഷ്ടത്തോടെ പിറുപിറുത്തു. ഇയാളിപ്പോൾ എന്തൂട്ട് കാണിക്കാനാ? നേരെ നിൽക്കാൻ ശേഷിയില്ലാത്ത ഈ തിരുമേനിയാണോ ഗന്ധർവനെ പിടിച്ചുകെട്ടാൻ വന്നിരിക്കുന്നത്? കൂർപ്പിച്ചൊരു നോട്ടം കൊണ്ട് ജനാർദ്ദൻ നായർ തന്റെ അമ്മയെ നേരിട്ടു. ശ്രീകുട്ടിയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് ഒരു ഗന്ധർവനാണെന്ന് അമ്മ അങ്ങോട്ട് തീരുമാനിച്ചോ? പണിക്കര് പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇത് ഗന്ധർവബാധയൊന്നുമല്ല, മറ്റെന്തോ ആണ്. മകന്റെ ശാസന കേട്ട് ആ അമ്മ അതൃപ്തിയോടെ മുഖം തിരിച്ചു. വന്നയാൾ ജനാർദ്ദൻ നായരുടെ മുന്നിൽ വന്ന് തന്നെ സ്വയം പരിചയപ്പെടുത്തി. പണിക്കര് പറഞ്ഞയച്ചിട്ട് വരികയാ.
പരിചയമുള്ളവർ എന്നെ ചെറിയ തിരുമേനി എന്നാ വിളിക്കുന്നത്. ശരിക്കുള്ള പേര് ഗോവിന്ദനുണ്ണി എന്നാ. ജനാർദ്ദൻ നായർ അയാളെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി. പൂമുഖത്ത് കസേരയിൽ ഇരുന്നു കൊണ്ട് ആ തിരുമേനി ഏലത്തൂർ തറവാട്ടിലെ പരിസരമാകമാനം ഒന്ന് നിരീക്ഷിച്ചു. മുത്തശ്ശിയുടെ ചാരുകസേരയ്ക്ക് പിന്നിൽ നിന്ന ശ്രീദേവിക്ക് ആ മനുഷ്യനെ കണ്ടപ്പോൾ പുച്ഛം തോന്നി. അയാളെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടം നോക്കിക്കൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു. ആരെയും കൂസാത്ത ശ്രീദേവിയെയും അയാൾ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. ലക്ഷണശാസ്ത്രം അനുസരിച്ച് ഈ തറവാട്ടിൽ ഗന്ധർവന്റെ സാന്നിധ്യമൊന്നും കാണുന്നില്ല. ഇവിടെ കടന്നു കൂടിയിരിക്കുന്നത് ഒടിവിദ്യയും ചെപ്പടി വിദ്യയും വശമുള്ള ഒരാളാണ്. ഒടിയന്മാർക്കറിയാവുന്ന ചില ഔഷധക്കൂട്ടുകളും മാന്ത്രികം ഉപയോഗിച്ചാണ് അയാൾ നിങ്ങളുടെ മകളെ ഭ്രമിപ്പിച്ചിരിക്കുന്നത്. ആ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ശ്രീദേവി പരിഹാസത്തോടെ ചിരിച്ചു. നിങ്ങളുടെ മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും എന്റെ ഗന്ധർവനെ ബന്ധിക്കാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ശ്രീദേവിയുടെ ആ സംസാരം ജനാർദ്ദൻ നായരെ ദേഷ്യം കൊള്ളിച്ചു. അയാളുടെ കത്തുന്ന നോട്ടത്തിന് മുന്നിൽ ശ്രീദേവി തൽക്കാലത്തേക്ക് വായടച്ചു. എന്നാൽ അവളുടെ ആ പരിഹാസങ്ങളെന്ന സംസാരം കേട്ടിട്ടും നമ്പൂതിരി ശാന്തനായിരുന്നു. ഇന്ന് രാത്രിയോടെ കുട്ടി പറയുന്ന ഈ ഗന്ധർവന്റെ യഥാർത്ഥ രൂപം ഞാൻ കാട്ടിത്തരാം. ഒടിയന്മാർ ഉപയോഗിക്കുന്ന ഉണ്ണിത്തൈലത്തിന്റെ ഗന്ധം ഇവിടുത്തെ വായുവിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചപ്പെടുത്താം, കുട്ടിയെ ഭ്രമക്കാഴ്ചകൾ കാട്ടി മയക്കിയവൻ ഒരു ഒടിയനാ. നീ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ അതൊരു ഗന്ധർവനൊന്നുമല്ല. തിരുമേനിയുടെ ആ വിശദീകരണം കേട്ടതും ശ്രീദേവിയുടെ ഉള്ളൊന്നു കാളി. ഇനി അയാൾ പറയുന്നത് പോലെ തന്റെ കിടപ്പറയിൽ വരുന്നത് ഒരു ഒടിയനാണോ? ഒടിയനാണെങ്കിൽ അവന്റെ കൺകെട്ട് വിദ്യ അയാൾ പൊളിക്കും. മറിച്ച് ഇനി അത് ഗന്ധർവനാണെങ്കിൽ ഇയാൾ ചെയ്യുന്ന മാന്ത്രിക വിദ്യകൾ കൊണ്ട് തന്റെ ഗന്ധർവൻ ഇനി ഒരിക്കലും തന്നെ കാണാൻ വന്നില്ലെങ്കിലോ? ശ്രീദേവിയുടെ മനസ്സ് വായിച്ചതുപോലെ ഗോവിന്ദനുണ്ണി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിന്നെ കാണാൻ വരുന്നത് ഗന്ധർവനല്ല കുട്ടി. ഈ ഗന്ധർവ പുരാണം പറഞ്ഞ് നിന്നെ ആരാ ഇത്രക്കങ്ങട് മയക്കിയത്? ശ്രീദേവിയുടെ കണ്ണുകൾ മുത്തശ്ശിയിലേക്ക് നീണ്ടു. അവളുടെ നോട്ടം കണ്ടില്ലാന്ന് നടിച്ച് അവർ തിരുമേനിയോട് പറഞ്ഞു, ഈ തറവാട്ടിൽ കടന്നുകൂടിയത് ആരാണെങ്കിലും ചെറിയ തിരുമേനി അതാദ്യം കണ്ടുപിടിക്കുക. പിന്നീട് അയാൾ തന്റെ തോൾസഞ്ചിയിൽ നിന്ന് ചില പൂജാവസ്തുക്കൾ പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടി പറയുന്ന ഇവളുടെ ഗന്ധർവൻ ഈ രാത്രിയും വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. അവന്റെ ഉണ്ണിത്തലത്തിന്റെ ശക്തിയൊന്നും ഇനി നടക്കില്ല. അധികം വൈകാതെ തന്നെ അവൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ തിരുമേനി അത്രയും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ആദിയായി. ഇനി ഇയാൾ പറയുന്നത് പോലെ അതൊരു ഗന്ധർവനല്ലെങ്കിൽ പിന്നെ ആരാണ് പാതിരാ സമയത്ത് തന്റെ കിടപ്പറയിൽ എത്തുന്നത്? അങ്ങനെയൊരു ചോദ്യം അവളുടെ മനസ്സിൽ നിന്ന് പലതവണ മുഴങ്ങിക്കേട്ടെങ്കിലും അവൾ തന്നെ സ്വയം ആശ്വസിപ്പിച്ചു. തന്നെ കാണാൻ വരുന്നത് ഗന്ധർവൻ തന്നെയാണ്. ആ ഗന്ധർവനെ ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തന്നെ കെണിയിലാക്കാനുള്ള ഗൂഢനീക്കങ്ങൾ ഏലത്തൂർ തറവാട്ടിൽ നടക്കുന്നുണ്ടെന്നറിയാതെ പതിവ് പോലെ അമ്പു രാത്രിയാകാൻ കാത്തിരിക്കുകയായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയതോടെ ചെറിയ തിരുമേനി തന്റെ മാന്ത്രിക കർമ്മങ്ങൾ ആരംഭിച്ചു. ഒരു പ്രത്യേകതരം മഷിക്കൂട്ട് കണ്ണിലെഴുതി അദ്ദേഹം ചില മന്ത്രങ്ങൾ ജപിച്ചു. ആ മഷിക്കൂട്ടിന്റെ ശക്തിയാൽ അദൃശ്യനായിരിക്കുന്ന അവസ്ഥയിൽ പോലും മാന്ത്രികന് ഒടിയന്റെ യഥാർത്ഥ മനുഷ്യരൂപം കാണാൻ സാധിക്കും. ചാണകം മെഴുകിയ തറയിൽ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനു മുന്നിൽ ഒരുക്കിയ ഹോമകുണ്ടത്തിലേക്ക് ചില വിശേഷപ്പെട്ട പച്ചമരുന്നുകളും ഒപ്പം തന്നെ അഷ്ടഗന്ധവും ആ അഗ്നികുണ്ടത്തിലേക്ക് സമർപ്പിച്ചു. ഏലത്തൂർ തറവാടിന്റെ അകത്തളങ്ങളിൽ ഹോമകുണ്ടത്തിൽ നിന്നുയർന്ന വെളുത്ത പുക നിറഞ്ഞു. പതിവ് പോലെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ അമ്പു ഒരു ഇളം തെന്നലായി തറവാടിന്റെ പടിപ്പുര കടന്ന് മുറ്റത്തേക്ക് പ്രവേശിച്ചു. ആ സമയം ഇരുട്ടിൽ മറഞ്ഞു നിന്നിരുന്ന ചെറിയ തിരുമേനിക്ക് സിദ്ധമഷി പുരുട്ടിയ തന്റെ കണ്ണുകളിലൂടെ കാറ്റായി തറവാടിന്റെ മുറ്റത്ത് പ്രവേശിച്ച അമ്പുവിന്റെ യഥാർത്ഥ രൂപം ദൃശ്യമായി. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരിയുണ്ടായി. അവന്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നോക്കിക്കൊണ്ട് തിരുമേനി പറ്റിയൊരവസരത്തിനായി കാത്തുനിന്നു. ഏലത്തൂർ തറവാട്ടിലെ തമ്പ്രാട്ടിക്ക് മുന്നിൽ അവളുടെ ഗന്ധർവന്റെ യഥാർത്ഥ രൂപം കാട്ടിക്കൊടുക്കേണ്ടത് തന്റെ ഒരു ആവശ്യം തന്നെയാണ്. അവളുടെ ആ പരിഹാസങ്ങളെന്ന ചിരി മനസ്സിലോർത്തുകൊണ്ട് തിരുമേനി അല്പനേരം കൂടി കാത്തു. അന്ന് ശ്രീദേവി അവളുടെ കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്നില്ല. പൂമുഖത്തെ വരാന്തയോട് ചേർന്നുള്ള ഒരു മുറിയിൽ അവൾ അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഒത്തുകൂടിയിരുന്നു. അദൃശ്യനായി വന്ന അമ്പു ശ്രീദേവിയുടെ കിടപ്പുമുറിയുടെ നേർക്ക് നീങ്ങിയതും ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവൻ പെട്ടെന്ന് അവിടെ നിന്നു. അകത്തെ മുറിയിൽ നിന്ന് പുകഞ്ഞ
ഹോമകുണ്ടത്തിൽ നിന്നുയർന്ന അഷ്ടഗന്ധം കലർന്ന പുകയേറ്റതും അമ്പുവിന്റെ ശരീരം വെട്ടി വിയർക്കാൻ തുടങ്ങി. തിളക്കുന്ന എണ്ണയിൽ വീണതുപോലുള്ള അസഹനീയമായ ചൂടാണ് അവൻ അപ്പോൾ അനുഭവപ്പെട്ടത്. അടിവസ്ത്രം മാത്രം ധരിച്ച അമ്പുവിന്റെ ദേഹമാസകലം പുരട്ടെ ഉണ്ണിത്തൈലം ചേർന്ന മാന്ത്രിക മരുന്നുകൂട്ടിന്റെ ശക്തി നഷ്ടപ്പെട്ടു തുടങ്ങിയതും മുള കരച്ച് തേച്ചതുപോലെ അവന് തന്റെ ശരീരം നീറി പുകയാൻ തുടങ്ങി. അമ്പുവിനെ പൊതിഞ്ഞ വെളുത്ത പുകയും അവന്റെ ദേഹത്ത് പുരട്ടിയിരുന്ന ഉണ്ണിത്തൈലത്തിന്റെ ഗന്ധവുമായി ഒന്നു ചേർന്നപ്പോൾ വായുവിൽ നീല നിറത്തിലുള്ള ഒരു പ്രകാശമുണ്ടായി. ആ പ്രകാശവലയത്തിനുള്ളിൽ അകപ്പെട്ട അമ്പു ആകെ പരിഭ്രാന്തനായി. മാന്ത്രിക മരുന്നിന്റെ ശക്തി നശിച്ചതോടെ നിമിഷ നേരം കൊണ്ട് പെരുവമ്പയിലെ പാണച്ചക്കനായ അമ്പുവിന്റെ യഥാർത്ഥ രൂപത്തെ ശ്രീദേവിക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കാനായി ചെറിയ തിരുമേനിക്ക് തിടുക്കമേറി. ഇനി എല്ലാവരും പുറത്തേക്ക് വന്നോളൂ. മകളുടെ കിടപ്പറയിൽ കയറിയിറങ്ങിയ ആ ഗന്ധർവനെ ഇതാ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടോളൂ എന്ന് അദ്ദേഹം പുച്ഛത്തോടെയാണ് വിളിച്ചു പറഞ്ഞത്. അതുവരെ കതകടച്ച് അനങ്ങാതെ മുറിയിലിരുന്ന ശ്രീദേവി അടക്കമുള്ളവർ തിരുമേനി അത് പറഞ്ഞതും കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. കയ്യിലൊരു കോൽവിളക്കുമായി പുറത്തേക്കിറങ്ങി വന്ന ജനാർദ്ദനൻ നായർ ശ്രീദേവിയുടെ കിടപ്പുമുറിയുടെ മുന്നിലായി ഒരു ശില കണക്കെ അനങ്ങാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കണ്ടത്. തന്റെ യഥാർത്ഥ രൂപം പ്രകടമായാൽ ഉടനെ ഒടിവിദ്യ ചെയ്യുന്നവൻ ഏതെങ്കിലും മാന്ത്രിക വിദ്യകൾ കാട്ടി ക്ഷണനേരം കൊണ്ട് അവിടെ നിന്ന് ഒടിമറയുമെന്ന് അറിയാവുന്ന തിരുമേനി അമ്പുവിനുമേൽ സ്തംഭനക്രിയ പ്രയോഗിച്ചിരുന്നു. അതിനാൽ അവനവന്റെ ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ല. ഇവൻ ആളാരാണെന്ന് മനസ്സിലായോ നായർക്ക്? ചെറിയ തിരുമേനിയുടെ ആ ചോദ്യം കേട്ട് ജനാർദ്ദനൻ നായർ തന്റെ കൈവശമുണ്ടായിരുന്ന കോൽവിളക്ക് അമ്പുവിന്റെ മുഖത്തിന് നേർക്ക് നീട്ടി. ഇരുനിറമുള്ള ഒത്ത ഉയരവും വണ്ണവുമുള്ള ഒരുവൻ. എണ്ണമയം കൊണ്ട് തിളങ്ങിയ അവന്റെ ശരീരത്തിലെ ഉരുണ്ട് കൊഴുത്ത മാംസപേശികൾ കോൽവിളക്കിന്റെ വെട്ടത്തിൽ തിളങ്ങി കാണാമായിരുന്നു. ഇത് ആ തന്തയും തള്ളയും ഇല്ലാത്ത പാണച്ചക്കനല്ലേ? ഈ തറവാട്ടിലെ പാടത്ത് ജോലി ചെയ്യുന്നവനായിവൻ. അമ്പുവിനെ തിരിച്ചറിഞ്ഞതും ജനാർദ്ദനൻ നായരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. പല്ല് കടിച്ചുകൊണ്ട് അയാൾ അവന്റെ മുഖം അടച്ച് ഒന്ന് കൊടുത്തു. ജനാർദ്ദനൻ നായരുടെ പിന്നാലെ വന്ന ശ്രീദേവി അമ്പുവിനെ കണ്ടതും ഇടിവെട്ടേറ്റതുപോലെ അനങ്ങാതെ നിന്നുപോയി. അവളുടെ ആ നിൽപ്പ് കണ്ട് ചെറിയ തിരുമേനി പുച്ഛത്തോടെ പറഞ്ഞു, ദാ ഇതാണ് നിന്നെ മോഹിച്ചു വന്ന ഗന്ധർവൻ. കൺകുളിർക്കെ കണ്ടോളൂ. അയാളുടെ കളിയാക്കിയുള്ള വർത്തമാനം കേട്ട് കേവലം ഒരു അടിവസ്ത്രം ധരിച്ച് എണ്ണ തേച്ച് മിനിക്കിയ ശരീരവുമായി തല കുണിച്ചു നിൽക്കുന്ന അമ്പുവിനെ എവിടെയൊക്കെയോ കണ്ടതായി അവൾ ഓർത്തെടുത്തു. കുളക്കടവിൽ നിൽക്കുന്ന കൈതയോലകൾ പറിക്കാനും കുളം വൃത്തിയാക്കാനുമായി അവൻ പുറംപണിക്കാരി കല്യാണിയമ്മയുടെ മകന്റെ കൂടെ 1-2 വട്ടം തറവാട്ടിൽ വന്നത് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഈ പാണച്ചക്കനെയാണോ താൻ ഗന്ധർവനായിട്ട് കരുതിയത്? രാത്രി പുലരുവോളം ഇവനുമായിട്ടാണോ താൻ പ്രണയസല്ലാപങ്ങളിൽ ഏർപ്പെട്ടത്? ഇവനോടാണോ തനിക്ക് അസ്ഥിക്ക് പിടിച്ച് പ്രണയമുണ്ടായിരുന്നത്? അങ്ങനെ ഓരോ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നിന്നുയർന്നപ്പോൾ ആ നിമിഷം തന്നെ താൻ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. താൻ ഹൃദയം കൊണ്ട് പ്രണയിച്ചയാൾ ഒരു പാണച്ചക്കനായിരുന്നു എന്ന സത്യം അവളെ തളർത്തിക്കളഞ്ഞു. അവളുടെ ആത്മവിശ്വാസം തകരുകയും കൺമുന്നിൽ നിന്ന് അമ്പുവിനെ വെറുപ്പോടെ നോക്കുകയും ചെയ്തു. അമ്പുവിന്റെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് എല്ലാം വെളിപ്പെട്ടതിന്റെ ഒരു നിസ്സംഗതയായിരുന്നു. ഏലത്തൂർ തറവാട്ടിലെ തമ്പുരാട്ടിക്കുട്ടിയുടെ ഗന്ധർവനെ കൈയോടെ ഞാൻ പിടിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കവനെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യാം. എന്നാൽ ഞാൻ ഇറങ്ങുകയാ. തിരുമേനി തന്റെ ദക്ഷിണയും മേടിച്ച് അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങിപ്പോയി. തറവാട്ടിലെ രഹസ്യങ്ങളൊന്നും പുറത്താരോടും പറയാതിരിക്കാനായി ജനാർദ്ദനൻ നായർക്ക് നല്ലൊരു തുക തന്നെ ആ തിരുമേനിക്ക് കൊടുക്കേണ്ടതായി വന്നു. ഇക്കാര്യങ്ങളെങ്ങാനും നാട്ടുകാരറിഞ്ഞാൽ ശ്രീദേവിയുടെ ഭാവി എന്താകുമെന്നുള്ള ചിന്ത അയാളെ ആകെ അസ്വസ്ഥനാക്കി. തിരുമേനി പടിപ്പുര കടന്നതും തറവാട്ടിലെ പണിക്കാരോട് ജനാർദ്ദനൻ നായർ ആജ്ഞാപിച്ചു, ഇവന്റെ കൈകാലുകൾ തല്ലി ഒടിച്ചേക്ക്. ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റാത്ത വിധം ഇവൻ അടിച്ചൊടിച്ചേക്ക്. നായരത് പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന 4 പേരോളം വരുന്ന പണിക്കാർ ചെറിയ തിരുമയുടെ സ്തംഭനക്രിയയിൽ നിന്ന് അവൻ മോചിതനായെങ്കിലും എന്തിനും പോന്ന മല്ലന്മാരെ എതിർക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അമ്പു. അപ്പോൾ അപ്രതീക്ഷിതമായി അങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ അവൻ ആകെ തകർന്നു പോയിരുന്നു. ആ മല്ലന്മാരുടെ ഇടിയും ചവിട്ടും കൊണ്ട് അമ്പു നിലത്ത് വീണു. രക്തത്തിൽ കുളിച്ചു കിടന്ന അവനെ ശ്രീദേവി അവജ്ഞയോടെ നോക്കി. കടുത്ത വേദന അനുഭവിക്കുന്ന ആ സമയത്ത് പോലും തന്റെ മുന്നിൽ നിന്ന് ശ്രീദേവിയെ നോക്കി അവൻ കെഞ്ചി,
തമ്പുരാട്ടിക്കുട്ടി എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നൊരാവേശത്തിൽ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. എന്നാലും എന്റെ പ്രണയം അത് കളവല്ല. ഞാൻ ഒരിക്കലും തമ്പുരാട്ടിയെ ശല്യപ്പെടുത്തില്ല. എന്നെ വെറുതെ വിടണം. നിലത്ത് രക്തത്തിൽ കുളിച്ചു കിടന്ന അമ്പുവിനെ കണ്ട് ശ്രീദേവിക്ക് അവനോട് ഒരു തരിമ്പും ദയ തോന്നിയില്ല. തറവാട്ടിലെ ഒരു വേലക്കാരനാൽ താൻ ചതിക്കപ്പെട്ടു എന്നുള്ള ചിന്ത അവളെ ഭ്രാന്തി പിടിപ്പിച്ചു. അമ്പുവിന്റെ ക്ഷമാപണം അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. അവൾ കാലുകൾ ഉയർത്തി തന്റെ മുന്നിൽ വീണുകിടന്ന അമ്പുവിന്റെ മാറിലേക്ക് ആഞ്ഞു ചവിട്ടി. ശ്രീദേവിയിൽ നിന്ന് അങ്ങനെയൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചതേയില്ല. അമ്പുവിന്റെ മുഖത്തേക്ക് കാർ തുപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു, നീ ആരാണെന്നാണ് നിന്റെ വിചാരം? ഈ തറവാട്ടിലെ പുറംവേല ചെയ്യാൻ വന്ന നിനക്ക് ഇത്രയ്ക്ക് സാഹസമോ? എന്നെ മോഹിച്ച നീ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഇവനെ കൊന്നു കളഞ്ഞേക്ക്. കൈയും കാലും തല്ലിയൊടിച്ച് എണീറ്റ് നടക്കാനാവാത്ത വിധം അമ്പുവിനെ ഉപേക്ഷിച്ചേക്കാനായിരുന്നു ജനാർദ്ദൻ നായരുടെ കൽപ്പന. പക്ഷേ അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്ന് ശ്രീദേവി വിളിച്ചു പറഞ്ഞപ്പോൾ അയാളും ഒന്നും ഞെട്ടി. ശ്രീദേവി അങ്ങനെ പറഞ്ഞതും കൈയും കാലും കെട്ടിയിട്ടിരുന്ന അമ്പുവിനെ ആ പണിക്കാർ വീണ്ടും തല്ലി പരവശനാക്കി. അടികൊണ്ട് ചാകാറായ ആ സമയത്തും അമ്പു പ്രയാസപ്പെട്ട് കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. താൻ പ്രണയിച്ചവൾ ഇത്രയും വിഷലിപ്തമായ മനസ്സുള്ളവളാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഈ തറവാട്ടുമുറ്റത്ത് വെച്ച് ഇവനെ കൊല്ലണ്ട, പകരം പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ഇവനെ കൊന്നു കുഴിച്ചു മൂടിയേക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ തന്നെ പണിക്കാർ അമ്പുവിന്റെ കാൽ പിടിച്ച് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അവന്റെ ദേഹത്തു നിന്ന് ഒലിച്ചിറങ്ങിയ ചോര തറവാട്ടുമുറ്റത്തെല്ലാം വീണു പടർന്നു. തറവാടിന് പിന്നിലുള്ള വിജനമായ ഒരു പറമ്പിലേക്കാണ് പണിക്കാർ അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. തുടർച്ചയായുള്ള മർദ്ദനമേറ്റ് അമ്പുവിന്റെ ബോധം മറഞ്ഞിരുന്നു. ചോരയിൽ കുളിച്ച അവന്റെ ആ ശരീരം ആ നാൽവർ സംഘം വിജനമായ പറമ്പിലെ ഒരു കുളക്കരയിലെത്തിച്ചു. ചൂട്ടുകറ്റിയുടെ വെളിച്ചത്തിൽ ആ പറമ്പിൽ അവരൊരു കുഴി വെട്ടി. അമ്പു അപ്പോഴും നേർത്ത രീതിയിൽ ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. ആ നാൽവർ സംഘത്തിലെ ഒരുവൻ അമ്പുവിന്റെ അകന്ന ഒരു സുഹൃത്തായിരുന്നെങ്കിലും തറവാട്ടിലെ തമ്പുരാട്ടിക്കൊച്ചിന്റെ കൽപ്പന ധിക്കരിക്കാൻ അവനും ധൈര്യമുണ്ടായിരുന്നില്ല. അവശനായ അമ്പുവിനെ അവർ ആ വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടു. അവന്റെ മേൽ മണ്ണിട്ട് മൂടി. ആ ജോലി പൂർത്തിയാക്കി മറ്റുള്ളവർ അവിടെ നിന്ന് പിരിഞ്ഞതും അമ്പുവിന്റെ ആ സുഹൃത്ത് തിടുക്കത്തിൽ അമ്പുവിന്റെ ശരീരത്തിന് മുകളിൽ വെട്ടിമൂടിയ മണ്ണ് അല്പം മാറ്റി. പിന്നീട് അവൻ അമ്പുവിന്റെ ഉറ്റ സുഹൃത്തായ രാജന്റെ വീട് ലക്ഷ്യമാക്കി ഓടി. ഉറങ്ങിക്കിടന്ന അവനെ വിളിച്ചുണർത്തി അയാൾ അമ്പുവിനെ കുഴിച്ചു മൂടിയ കാര്യം പറഞ്ഞു. വേഗം ചെന്നാൽ അവനെ രക്ഷിക്കാനാവുമെന്ന് വന്നയാൾ പറഞ്ഞത് കേട്ട് രാജൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ അയാളുടെ പിന്നാലെ പാഞ്ഞു. പാതി മൂടിയ ആ കുഴിയിലെ ബാക്കിയുള്ള മണ്ണ് മാറ്റി അയാളും രാജനും ചേർന്ന് അവനെ കുഴിയിൽ നിന്ന് പുറത്തെടുത്തു. പച്ചമണ്ണിൽ പുതഞ്ഞിരുന്ന അവന്റെ ശ്വാസം അപ്പോഴും നിലച്ചിരുന്നില്ല. അമ്പുവിനെ താങ്ങി തോളിലിട്ടുകൊണ്ട് രാജൻ തന്റെ കുടിൽ ലക്ഷ്യമാക്കി ഓടി. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം മറ്റേയാൾ ആ കുഴി പഴയതുപോലെ മൂടി. അതിനു മുകളിൽ കരിയിലകൾ വാരിയിട്ടതിനു ശേഷം അവനും അവിടെ നിന്ന് മടങ്ങിപ്പോയി. അമ്പുവിനെ ആ നിലയിൽ കണ്ടപ്പോൾ കല്യാണിയമ്മ ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും അവന് ജീവനുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ആവശ്യമായ ചികിത്സകൾ ചെയ്തു തുടങ്ങി. കല്യാണിയമ്മയ്ക്ക് പച്ചമരുന്നുകളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. തലമുറകളായി പകർന്നു കിട്ടിയ ആ അറിവ് അവരെ അവസരത്തിൽ പ്രയോജനപ്പെടുത്തി. കുട്ടിക്കാലം തൊട്ട് അവർക്ക് അമ്പുവിനെ അറിയാമായിരുന്നു. അമ്മ മരിച്ചുപോയ അമ്പുവിന് കല്യാണിയമ്മ ഒരമ്മയുടെ സ്നേഹമാണ് നൽകിയിരുന്നത്. രാജനെപ്പോലെ തന്നെയായിരുന്നു അവർക്ക് അമ്പുവും. അവന്റെ ശരീരത്തിലെ ഓരോ മുറിവും കല്യാണിയമ്മയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ആ ദിവസങ്ങളിൽ അമ്പു മരണത്തോട് പോരാടുകയായിരുന്നു. കടുത്ത പനിയും രക്തം തുപ്പുന്ന ചുമയും അവനെ വേട്ടയാടി. ഏലത്തൂർ തറവാട്ടിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് കല്യാണിയമ്മ രാത്രിയും പകലും അമ്പുവിനെ ശുശ്രൂഷിച്ചു. കുറച്ചേറെ സമയം വേണ്ടിവന്നെങ്കിലും കഷായങ്ങളും പച്ചമരുന്നുകളും കൊണ്ട് അമ്പുവിന്റെ നില വളരെ പതുക്കെ മെച്ചപ്പെട്ടു വന്നു. തന്റെ സുഹൃത്തിന് എന്താണ് ആ രാത്രിയിൽ സംഭവിച്ചു എന്നതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നും രാജനില്ലായിരുന്നു. അവനതറിയാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും വിശദമായി പറയാനുള്ള ഒരവസ്ഥയിലായിരുന്നില്ല അമ്പു. മാസങ്ങളോളം കല്യാണിയമ്മയും രാജനും ചേർന്ന് ഒരു ശിശുവിനെ പോലെ അമ്പുവിനെ ശുശ്രൂഷിച്ചു. 3 മാസങ്ങൾക്ക് ശേഷമാണ് അമ്പുവിന് എഴുന്നേറ്റിരിക്കാനായത്. ശരീരം തീരെ മെലിഞ്ഞെങ്കിലും അവന്റെ കണ്ണുകളിലെ ആ ചൈതന്യം പതുക്കെ തിരികെ വന്നു.
കല്യാണിയമ്മ നൽകിയ സ്നേഹവും പരിചരണവും അമ്പുവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ രാജൻ ആദ്യം ചോദിച്ചത് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഒരു ക്ഷമാപണത്തോടെ അമ്പു എല്ലാ കാര്യങ്ങളും രാജനോട് വിശദീകരിച്ചു. അഹങ്കാരിയായ തമ്പുരാട്ടിപ്പെണ്ണിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അമ്പു അറിയാതെ അവളെ ഇഷ്ടപ്പെട്ടു പോയെന്ന് കേട്ടപ്പോഴേ രാജന് ദേഷ്യം വന്നു. ശ്രീദേവിയുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ അമ്പു ഉപയോഗിച്ച മാന്ത്രിക വിദ്യകൾ കൂടി കേട്ടപ്പോൾ രാജൻ ആകെ അമ്പരന്നു പോയി. അദൃശ്യനായ അമ്പു ശ്രീദേവിയുടെ കിടപ്പുമുറിയിൽ കയറിക്കൂടിയതും പിന്നീട് ഗന്ധർവന്റെ രൂപത്തിൽ അവളെ അവൻ ഭ്രമിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ രാജനത് വിശ്വാസമായില്ല. പക്ഷേ താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ആ കിടപ്പിലും അമ്പു തന്റെ സുഹൃത്തിന്റെ മുന്നിൽ ചെറിയൊരു ചെപ്പടി വിദ്യ കാട്ടി. 1-2 നിമിഷത്തേക്ക് അവന്റെ മുന്നിൽ തെളിഞ്ഞ മായക്കാഴ്ചകൾ ലയിച്ച് അവൻ എല്ലാം മറന്നങ്ങനെ നിന്നുപോയി. ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ അറിയാമെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ടാണ് തറവാട്ടിൽ നിന്ന് രക്ഷപ്പെടാതിരുന്നത്? രാജന്റെ ആ ചോദ്യത്തിന് മുന്നിൽ അമ്പു തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അർഹതയുള്ളതേ ആഗ്രഹിക്കാവൂ എന്ന് മുത്തശ്ശൻ പണ്ട് പറഞ്ഞത് ഞാൻ അപ്പാടെ തള്ളിക്കളഞ്ഞു. പിന്നെ തറവാട്ടിൽ വന്ന ആ മാന്ത്രികന്റെ വിദ്യകൾക്ക് മുന്നിൽ എന്റെ മനസ്സിന്റെ ഏകാഗ്രത അത് നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് എനിക്കറിയാവുന്ന ഒരു വിദ്യയും കാട്ടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയില്ല. സ്തംഭന വിദ്യ കൊണ്ട് അനങ്ങാനാവാത്ത വിധം അയാൾ എന്നെ ബന്ധിച്ചിരുന്നു. അമ്പു ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ആ സമയത്ത് ഏലത്തൂർ തറവാട്ടിൽ ആഘോഷങ്ങളുടെ ആരവമായിരുന്നു. ശ്രീദേവിയുടെ വിവാഹം ഉറപ്പിച്ചു. ജനാർദ്ദൻ നായർക്ക് അറിയാവുന്ന ഒരു നാട്ടുപ്രമാണിയുടെ മകനുമായിട്ടാണ് അവളുടെ വിവാഹം ഉറച്ചിരുന്നത്. ഉയർന്ന വിദ്യാഭ്യാസവും സർക്കാർ ജോലിയുമുള്ള ചെറുപ്പക്കാരനായിരുന്നു മാധവൻ. ശ്രീദേവിയുടെ ഇഷ്ടത്തോடு തന്നെയാണ് ജനാർദ്ദൻ നായർ ആ വിവാഹം ഉറപ്പിച്ചത്. തന്നെ പറ്റിച്ച ആ ഇന്ദ്രജാലക്കാരൻ മരിച്ചു മണ്ണടിഞ്ഞു എന്ന് തന്നെയാണ് അവൾ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ അമ്പുവിനെ നിശേഷം മറന്ന് മറ്റൊരുവന്റെ വധുവായി ശ്രീദേവി ഏലത്തൂർ തറവാടിന്റെ പടിയിറങ്ങിപ്പോയി. അവളുടെ വിവാഹ വാർത്ത രാജനാണ് അമ്പുവിനെ അറിയിച്ചത്. അറിയാതെ ചെയ്തുപോയ തെറ്റിന് നീ മാപ്പപേക്ഷിച്ചെങ്കിലും നിന്റെ ജീവൻ എടുക്കാൻ വരെ അവൾ തുനിഞ്ഞില്ലേ? അല്ലെങ്കിലും അവളുടെ വിചാരം നീ മരിച്ച് മണ്ണടിഞ്ഞെന്നല്ലേ? നിന്നെ ഇത്രയേറെ നരകിപ്പിച്ചതിന് നീ ആ പെണ്ണിനോട് പ്രതികാരം ചെയ്യണമെന്നേ ഞാൻ പറയൂ. അഹങ്കാരിയായ അവളെ വെറുതെ വിടരുത്. രാജന്റെ ആ സംസാരം നിർവികാരനായി അമ്പു കേട്ടിരുന്നു. ഏലത്തൂർ തറവാട്ടിലെ ആ രാത്രികൾ അവന്റെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു. ശ്രീദേവി ഒപ്പമുണ്ടായിരുന്ന ആ നിമിഷങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് മറക്കാനായില്ല. ഏത് വിധേനയും അവളും തന്നെ പ്രണയിക്കണമെന്ന് താൻ ആഗ്രഹിച്ചത് ഒരു തെറ്റാണ്. പക്ഷേ താൻ ചെയ്തു പോയി തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പപേക്ഷിച്ചിട്ടും അവൾക്ക് തന്നോട് പൊറുക്കാനായില്ലല്ലോ. ശ്രീദേവിയെക്കുറിച്ചുള്ള ചിന്തകൾ അമ്പുവിന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിൽ പോലും അവൻ രാജനോട് പറഞ്ഞു, രാജ, ഞാൻ ചെയ്തത് തെറ്റല്ലേ? ആ തമ്പ്രാട്ടിക്കുട്ടിയുടെ മുറിയിൽ അദൃശ്യനായി കടന്നുകൂടിയത് വലിയ അപരാധമല്ലേ? ഈ മർദ്ദനം അതിനുള്ള ശിക്ഷയായി കരുതിയാൽ പോരെ? അവന്റെ ഉള്ളിലെ പഴയ കാമുകൻ അവളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അമ്പുവിന്റെ ആ വർത്തമാനം കേട്ട് രാജന്റെ നിയന്ത്രണം വിട്ടു. നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അവളും അവളുടെ അച്ഛനും ചേർന്ന് അവരുടെ പണിക്കാരെ കൊണ്ട് നിന്നെ തല്ലി അവശനാക്കിയില്ലേ? ശിക്ഷ അവിടം കൊണ്ട് അവസാനിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവൾ ചെയ്തതെന്താ? നീ കൈകൂപ്പി ക്ഷമ ചോദിച്ചിട്ടും നിന്റെ മുഖത്ത് കാറി തുപ്പുകയും നിന്നെ ചവിട്ടുകയും ചെയ്തില്ലേ? അതും പോരാഞ്ഞിട്ട് നിന്നെ ജീവനോടെ കുഴിച്ചുമൂടാൻ ആജ്ഞാപിച്ചവളാണ് ശ്രീദേവി. അന്ന് ഗോപി ഓടിവന്ന് ഇതൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ഈ ശരീരം മണ്ണിൽ കിടന്ന് പുഴുത്തേനുമായിരുന്നു. രാജന്റെ ആ വാക്കുകൾ ഓരോന്നും അമ്പുവിന്റെ ഹൃദയത്തിൽ കൂർത്ത അമ്പുകൾ പോലെ തറച്ചു. അവൾ ചെയ്തത് ക്രൂരതയാണ്. ഒരാളെ സ്നേഹിക്കുന്നത് ഇത്രയ്ക്കും വലിയ തെറ്റാണോ? ആ പെണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ട് നീ അങ്ങനെയൊക്കെ ചെയ്തു പോയി. അവൾ നിന്നോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് നീ മറുപടി കൊടുത്തില്ലെങ്കിൽ നീ ആണാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? രാജന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അമ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. തനിക്കിഷ്ടം തോന്നിയ ആ പെൺകുട്ടി തന്റെ മരണം ആഗ്രഹിച്ചു എന്ന സത്യം അവന്റെ ഹൃദയത്തെ കുത്തി നോവിച്ചു. അവന്റെ കണ്ണുകളിൽ അതുവരെ ഉണ്ടായിരുന്ന വിഷാദം മാറി. പകരം പ്രതികാര അഗ്നിയിൽ അവ തിളങ്ങി. അവളോടുള്ള പ്രണയം എന്നെ അന്ധനാക്കി. ശ്രീദേവി, അവൾ സുഖമായി ജീവിക്കരുത്. ഞാനതിന് സമ്മതിക്കില്ല. അമ്പുവിന്റെ ആ മാറ്റം രാജനെ കൂടുതൽ ഊർജ്ജസ്വലനാക്കി. പഴയ ആരോഗ്യം വീണ്ടെടുക്കാൻ മാസങ്ങളെടുത്തു. അങ്ങനെയിരിക്കെയാണ് കുടുംബക്ഷേത്രത്തിലെ ഉത്സവം പ്രമാണിച്ച് ശ്രീദേവിയും ഭർത്താവും ഏലത്തൂർ തറവാട്ടിലെത്തിയ കാര്യം കല്യാണിയമ്മയിൽ നിന്ന്
രാജൻ അറിഞ്ഞത്. തറവാട്ടിലെ പുതിയ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ കല്യാണിയമ്മയുടെ നാവിൽ നിന്ന് വീണ ആ കാര്യം രാജൻ ഉടൻ തന്നെ അമ്പുവിനെ അറിയിക്കുകയും ചെയ്തു. കിട്ടിയ അവസരം പാഴാക്കരുതെന്ന രാജന്റെ ഉപദേശം അമ്പു ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്തു. ഭർത്താവിനൊപ്പം ഉത്സവം കാണാൻ പോകുന്ന ശ്രീദേവിയെ ഏത് വിധേനയും അമ്പു പതുങ്ങിയിരിക്കുന്ന വഴിയിലെത്തിക്കാമെന്ന് രാജന്റെ ഉറപ്പിനുമേൽ അമ്പു തന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. മന്ത്രങ്ങൾ ജപിച്ച് കരിങ്കുട്ടിയെ മനസ്സിൽ ധ്യാനിച്ച് അമ്പു ഒരു പ്രത്യേകതരം മഷിക്കൂട്ടുകൊണ്ട് കണ്ണുകൾ എഴുതി. കുറ്റാക്കൂരിട്ടായാലും ആ മഷിക്കൂട്ടുകൊണ്ട് കണ്ണെഴുതിയാൽ ഒടിയന് പകൽ പോലെ കാഴ്ചകൾ വ്യക്തമാകും. പിന്നീട് അമ്പു തന്റെ ചെവികൾക്ക് പിന്നിലും നെഞ്ചിലും ഒടിമരുന്ന് തേച്ചു പിടിപ്പിച്ചു. നട്ടെല്ല് വളച്ച് കൈകൾ നിലത്തൂന്നി അമ്പു തറയിലേക്കിരുന്നു. നിമിഷങ്ങൾക്കകം മനുഷ്യരൂപം വെടിഞ്ഞ് തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു കൂറ്റൻ കരിമ്പുലിയായി അവൻ ഒടിമറിഞ്ഞു. കാറ്റുപോലെ അദൃശ്യനാകാനും അതിവേഗത്തിൽ പാഞ്ഞു നീങ്ങാനുമുള്ള സിദ്ധി കൈവരിച്ചുകൊണ്ട് അവൻ ഇരുട്ടിലേക്ക് പാഞ്ഞു. ആ സമയത്ത് ക്ഷേത്രത്തിലെ ഉത്സവ ആരവങ്ങൾക്കിടയിൽ ആൾക്കൂട്ടത്തിൽപ്പെട്ടുപോയ ശ്രീദേവി തന്റെ ഭർത്താവിനെ തിരയുകയായിരുന്നു. മുഖം മറച്ച് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന രാജൻ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല. കൂട്ടം തെറ്റിയ ശ്രീദേവി തന്റെ ഭർത്താവ് തറവാട്ടിലേക്ക് മടങ്ങിക്കാണുമെന്ന് കരുതി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നേരത്തെ നിലാവെളിച്ചമുണ്ടായിരുന്നതിനാൽ വഴി വ്യക്തമായി കാണാമായിരുന്നു. അല്ലെങ്കിലും ഏലത്തൂർ തറവാട്ടിലെ കൊച്ചു തമ്പുരാട്ടിയെ ആരെ പേടിക്കാനാ എന്ന ചിന്തയിൽ അവൾ ആ രാത്രിയിൽ ഒറ്റയ്ക്ക് തറവാട്ടിലേക്ക് നടന്നു. ഇരുട്ടിൽ വഴിയരികിൽ പതുങ്ങിയിരുന്ന അമ്പു അവളെ പിന്തുടർന്നു. ഒരു കരിമ്പുലിയുടെ ചടുലതയോടെ അവൻ മരക്കൊമ്പുകളിലൂടെയും പൊന്തക്കാടുകളിലൂടെയും അതിവേഗത്തിൽ നീങ്ങി. തന്റെ പിന്നാലെ ആരോ ഉണ്ടെന്ന തോന്നലിൽ ശ്രീദേവി തിരിഞ്ഞു നോക്കിയെങ്കിലും ഇരുട്ടിൽ ആരെയും അവൾ കണ്ടില്ല. പെട്ടെന്നാണ് മരക്കൊമ്പിൽ പതുങ്ങിയിരുന്ന കരിമ്പുലിയുടെ രൂപത്തിലേക്ക് വേഷപ്പകർച്ച നടത്തിയ അമ്പു അവളുടെ മുന്നിലേക്ക് ചാടി വീണത്. നിലത്ത് പതിഞ്ഞ ശ്രീദേവിയുടെ നിഴൽ ചവിട്ടി നിന്ന അമ്പു നിഴൽ ബന്ധനത്തിലൂടെ അവളെ സ്തംഭിപ്പിച്ചു. കർണം തുളച്ചു കയറുന്ന ഗർജനത്തോടെ തന്നെ തുറച്ചു നോക്കുന്ന കരിമ്പുലിയെ കണ്ട് അവൾ കണ്ണും മിഴിച്ചു നിന്നുപോയി. ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രീദേവിയുടെ നാവ് അനങ്ങിയില്ല. ആ കൂറ്റൻ കരിമ്പുലി അവളെ വലം വെച്ചു. അതിന്റെ ചോര നിറത്തിലുള്ള കണ്ണുകളും വന്യമായ നോട്ടവും അവളെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി. ഏതു നിമിഷവും പുലി തന്നെ ആക്രമിച്ചേക്കുമെന്നുള്ള മരണഭയം അവളെ തളർത്തി തുടങ്ങി. പൊടുന്നനെ തന്റെ മുന്നിൽ നിന്ന കരിമ്പുലിയുടെ സ്ഥാനത്ത് വെളുത്ത പുകച്ചുരുൾ രൂപപ്പെടുന്നത് കണ്ട് ശ്രീദേവി പരിഭ്രാന്തയായി. പുകച്ചുരുൾ മാഞ്ഞതും ഇരുട്ടിൽ നിന്ന അമ്പുവിനെ അവൾക്കവിടെ കാണാൻ കഴിഞ്ഞു. തറവാട്ടിലെ പണിക്കാർ കൊന്നു കുഴിച്ചുമൂടിയെന്ന് പറഞ്ഞ അമ്പു ജീവനോടെ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടതോടെ ശ്രീദേവി ആകെ പകച്ചുപോയി. ഒടിവിദ്യയിലെ ഏറ്റവും അപകടകരമായ ഒരു ക്രിയ ചെയ്യുവാനാണ് അമ്പു ഒരുങ്ങിയത്. അവൻ തന്റെ കൈവശമുണ്ടായിരുന്ന പച്ച ഈർക്കിലി കയ്യിലെടുത്ത് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഒടിയൻ ഇരയുടെ മുന്നിൽ വെച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒരു ഈർക്കിലിയോ വടിയോ വട്ടമൊടിച്ചാൽ അതേ നിമിഷം ഇരയുടെ നട്ടെല്ലോ കഴുത്തോ ഒടിയുമെന്നാണ് വിശ്വാസം. അമ്പു ആ ഈർക്കിലി തന്റെ 2 കൈകൾക്കിടയിൽ പിടിച്ചുകൊണ്ട് കുട്ടിക്കാലത്ത് മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളിലെ ഒടിയനെയും ഒടിയന്റെ വിദ്യകളെയും കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അമ്പു എന്തിനുള്ള പുറപ്പാടാണെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി. തന്നെ വെറുതെ വിടണമെന്ന യാചനയോടെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അമ്പു ആ ഈർക്കിലി ഒടിക്കുമെന്ന് മനസ്സിലായതോടെ ശ്രീദേവിയുടെ കണ്ണുകളിൽ മരണഭയം നിഴലിച്ചു. അവൾ ഭയന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. തന്റെ കയ്യിലിരിക്കുന്ന മന്ത്രങ്ങൾ ജപിച്ചോതിയ ആ ഈർക്കിലി ഒടിക്കുന്ന ആ നിമിഷം ശ്രീദേവി ഒരു ജീവച്ചവമായി മാറും. ഒരുപക്ഷെ അവളുടെ പ്രാണൻ പോലും നഷ്ടപ്പെട്ടേക്കാം. തന്നെ ജീവനോടെ കുഴിച്ചുമൂടാൻ കൽപ്പിച്ച അവൾ തന്റെ മുഖത്ത് കാറിത്തുപ്പി. അവളോടുള്ള പക തീർക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടാനില്ല. പക്ഷേ ആ ഈർക്കിലി ഒടിക്കാനൊരുങ്ങിയ ആ നിമിഷത്തിൽ അമ്പുവിന്റെ മനസ്സിൽ പഴയ ചില ഓർമ്മകൾ മിന്നിമറഞ്ഞു. താനൊരു ഗന്ധർവനാണെന്ന് കരുതി ശ്രീദേവി തന്നെ കാത്തിരുന്നതും പ്രണയിച്ചതുമായ ഓർമ്മകൾ അവന്റെ മനസ്സിനെ കുഴപ്പിച്ചു. മരണഭയം കൊണ്ട് കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ ശ്രീദേവി ഒരു പിടച്ചിലൂടെ നിലത്തേക്ക് തളർന്നു വീണു. അമ്പുവിന്റെ മനസ്സ് ആ കാഴ്ച കണ്ട് മരവിച്ചു പോയി. തന്നെ കൊന്നുകളഞ്ഞേക്കെന്ന് പറഞ്ഞ ശ്രീദേവിയുടെ മുഖം ഒരു കണ്ണാടിയിൽ എന്നതുപോലെ അമ്പുവിന് മുന്നിൽ തെളിഞ്ഞു. അവൻ സ്വയം തന്നോട് ചോദിച്ചു, ഇവൾ ചെയ്തതുപോലെ ഞാനും ചെയ്താൽ ഇവളും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? മൃഗീയതയെ മൃഗീയത കൊണ്ട് നേരിട്ടാൽ ഞാനും ഒരു മൃഗമാവുകയല്ലേ?
താൻ സ്നേഹിച്ച പെൺകുട്ടിയെ ഒരു ജീവച്ഛവമായി കാണുന്നതിനേക്കാൾ വലിയ ശിക്ഷ അവൾക്ക് താൻ ജീവൻ ദാനമായി നൽകുന്നതാണെന്ന് അവന് തോന്നി. പ്രതികാരം നൽകുന്ന ലഹരിയേക്കാൾ വലിയൊരു മനസുഖം അവന്റെ ഉള്ളിൽ വിടർന്നു. കയ്യിലിരുന്ന ആ ഇർക്കിലി അമ്പു ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഭയന്ന് നിലത്തേക്ക് തളർന്നു വീണ ശ്രീദേവിയുടെ മുഖത്തേക്ക് അവൻ നോക്കി. അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പു തുള്ളികൾ മെല്ലെ തുടച്ചുകൊണ്ട് അമ്പു ശ്രീദേവിയുടെ കാതുകളിൽ മന്ത്രിച്ചു. തമ്പുരാട്ടി, നിങ്ങളെ കൊന്നാൽ തോൽക്കുന്നത് ഞാനാണ്. എന്നെ കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നതിലൂടെയാണ് ഞാൻ ജയിക്കുന്നത്. ഞാൻ ഈ ജീവൻ നിങ്ങൾക്ക് ദാനമായി നൽകുകയാണ്. മനുഷ്യനായാൽ അല്പം മനുഷ്യത്വം വേണം. ആ മഹത്വമില്ലെങ്കിൽ പിന്നെ വലിയ പഠിപ്പും പത്രാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം? ദൂരക്ഷേത്രത്തിൽ നിന്ന് ഉത്സവം കണ്ട് മടങ്ങി വരുന്ന ആളുകളുടെ സംസാരം കേട്ടു തുടങ്ങിയതോടെ അമ്പു വന്നതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ചുപോയി. ആ വഴിയരികിൽ മറഞ്ഞു നിന്ന രാജന്റെ കണ്ണുകളും ആ കാഴ്ച കണ്ട് നിറഞ്ഞു. അമ്പു ചെയ്തതാണ് ശരിയെന്ന് അവനും ബോധ്യമായി. വിജനമായ ആ വഴിയിൽ ബോധരഹിതയായി കിടക്കുകയായിരുന്നു ശ്രീദേവി. വീട്ടിലെത്തിയ ശേഷവും അവൾ ദിവസങ്ങളോളം ഒരേ കിടപ്പിലായിരുന്നു. അവൾക്ക് പേടി തട്ടിയതാണെന്നാണ് തറവാട്ടിലുള്ളവർ കരുതിയത്. അവർ അങ്ങനെ തന്നെ കരുതിക്കോട്ടെ എന്ന് അവളും ചിന്തിച്ചു. ആരോടും അമ്പുവിനെപ്പറ്റി ഒരു വാക്ക് പോലും ശ്രീദേവി പറഞ്ഞില്ല. മരുന്നുകളെക്കാൾ അവളെ തളർത്തിയത് അന്ന് രാത്രി അമ്പു അവളുടെ ചെവിയിൽ മന്ത്രിച്ച ആ വാക്കുകളായിരുന്നു. മനുഷ്യനായാൽ അല്പം മനുഷ്യത്വം വേണം തമ്പുരാട്ടി. അവന്റെ ആ വാക്കുകൾ ശ്രീദേവിയുടെ കാതിൽ മുഴുങ്ങിക്കൊണ്ടേയിരുന്നു. അവന്റെ മരണം ആഗ്രഹിച്ച തനിക്ക് അവൻ ജീവൻ ദാനമായി നൽകി. ആ സത്യം അവളുടെ അഹങ്കാരത്തെ തകർത്തെറിഞ്ഞു. തന്നെ കൊല്ലാൻ അവസരം കിട്ടിയിട്ടും അമ്പു അത് ചെയ്തില്ല. താൻ അമ്പുവിനോട് കാട്ടിയ മൃഗീയത ഓർത്തോർത്ത് ശ്രീദേവി ആദ്യമായി അന്ന് മനസ്സ് തുറന്നു കരഞ്ഞു. അവളുടെ ഉള്ളിലെ ജാതിഭ്രാന്തും ഗർവും അന്നത്തോടെ അവസാനിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണേ. ഈ ന്യൂ ഇയറിൽ ഞാൻ എഴുതിയ ആദ്യത്തെ കഥയാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ അല്ലേ? എന്നാൽ ഇന്നത്തേക്ക് വിടാം. അടുത്തൊരു പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.